ഹായ് ഹലോ നമസ്കാരം, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പാസ്റ്റ്, പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ. ഓക്കെ, നിങ്ങളുടെ പാസ്റ്റിന്റെ എനർജി ഞാൻ പറയും. ഓക്കെ, അത് രണ്ട് പൈൽസാണ് നമ്മൾ വെക്കുന്നത്. പൈൽ 1, പൈൽ 2 ആയിരിക്കും. ഓക്കെ, അതിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പൈൽ ചൂസ് ചെയ്യാം. അതിനുശേഷം ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ പാസ്റ്റ് എനർജി ഞാൻ ആദ്യം പറയും. അതുപോലെ തന്നെ ഇപ്പൊ പ്രസന്റ് എനർജി, അത് രണ്ടും റെസണേറ്റ് ആയെങ്കിൽ മാത്രം നിങ്ങൾ ഫ്യൂച്ചർ എനർജി കേട്ടാൽ മതി. ഓക്കെ, അല്ലെങ്കിൽ പൈൽ 2 ഒന്ന് ചൂസ് ചെയ്ത് നോക്കുക. ഓക്കെ, പാസ്റ്റും പ്രസന്റും ഫ്യൂച്ചർ അതാണ് നമ്മൾ നോക്കുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒരുപാട് സന്തോഷം. വെൽക്കം ടു അവർ റീഡിങ്. നമ്മുടെ ഫാമിലിയിലേക്ക് സ്വാഗതം. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അല്ല, നിങ്ങൾ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ സ്ഥിരമായിട്ട് പറഞ്ഞ പോലെ കമന്റ് ചെയ്യുന്നുണ്ട്. എനിക്കറിയില്ല, നിങ്ങളുടെ ഓരോരുത്തരും കമന്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ പറഞ്ഞ പോലെ ഞാൻ തിരിച്ച് ഇതുപോലെ റെസ്പോണ്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ എന്താണ് ഈ വീഡിയോ മാക്സിമം റെസ്പോണ്ട് ചെയ്യാൻ നോക്കും. ഓക്കെ, എനിക്കിതുപോലെ ഇരുന്ന് നോക്കി നിങ്ങൾ ചോദിക്കുന്നതിന് അല്ലെങ്കിൽ പറയുന്നതിനുള്ള മറുപടി നോക്കി തരണം ഭയങ്കര ഇഷ്ടമാണ്. അപ്പം മിക്കവാറും ഞാൻ ഈ പറഞ്ഞ പോലെ ഇത് പ്രീമിയർ ചെയ്ത് ഇടുന്നതാണ്, അല്ലാതെ ഒരിക്കലും ലൈവ് വരുന്നതല്ല കേട്ടോ. ഞാൻ ഇപ്പം റെക്കോർഡ് ചെയ്യുന്നത് 2:30-ക്കാണ്. ഞാൻ 6:45 ടൈം വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇടുന്നതാണ്. അപ്പോൾ 6:45 ഓട്ടോമാറ്റിക്കലി അത് ജനറേറ്റ് ആവണം. ചില സമയത്ത് ഞാൻ ഈ പറഞ്ഞ പോലെ ഓൺലൈൻ ഉണ്ടാവും, ഉണ്ടെങ്കിൽ ഞാൻ റെസ്പോണ്ട് ചെയ്യും. ഇല്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ അതങ്ങ് നിങ്ങൾക്ക് വരികയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ പാസ്റ്റ്, പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ ആണ്. നമുക്ക് ആദ്യം പൈൽ 1 ആൻഡ് പൈൽ 2 ആക്കാം. പൈൽ 1 ആൻഡ് pile 1, pile 2. Okay, one more time. Thank you, Spirit. Pile 1, pile 2. Pile 1 and this is pile 2. Okay, കൺഫ്യൂഷൻ വരും എന്നുണ്ടെങ്കിൽ ക്രിസ്റ്റൽസ് കൂടെ ഓപ്റ്റ് ചെയ്യാം. ഓക്കെ, ഗ്രീൻ അവഞ്ചൂറിൻ, സിട്രി. അതിൽ ഏത് പൈലാണ് നിങ്ങൾക്ക് കൂടുതൽ റെസണേറ്റ് ചെയ്ത് തോന്നുന്നു, അല്ലെങ്കിൽ നമ്പർ വൈസ് 1ഉം 2ഉം ആണെങ്കിൽ അങ്ങനെ കുറച്ച് പറ്റുമെങ്കിൽ ഒരു 2 മിനിറ്റ് നിങ്ങളൊന്ന് നല്ല രീതിയിൽ ബ്രീത് ഇൻ ചെയ്ത്, ഓക്കെ, ബ്രീത് ഔട്ട് ചെയ്ത് ഒന്ന് നിങ്ങളുടെ റിലാക്സ് ചെയ്ത് വെച്ചിട്ട് പൈല് ചൂസ് ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പോൾ കുറച്ചുകൂടി നമുക്ക് ഈ പറഞ്ഞ പോലെ കുറച്ചുകൂടി നമുക്ക് റിയലിസ്റ്റിക് ആയിട്ടുള്ള ആ ഒരു എനർജി ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ഒന്ന് ബ്രീത് ഇൻ ചെയ്ത് ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുക, അത്രേ ഉള്ളൂ. നമ്മളൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുക. ഇല്ല, ഈ പറഞ്ഞ പോലെ എന്നാലും കൺഫ്യൂഷൻ വരുന്ന ആൾക്കാരാണെങ്കിൽ എന്തെങ്കിലും ഒരു സൈൻ ചോദിക്കുക. ഇപ്പം ഞാൻ ചില സമയത്തൊക്കെ എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ വരുമ്പോൾ ചാർജറിന്റെ പെർസെൻറ്റേജ് ഉണ്ടല്ലോ, അതിന്റെ ടോട്ടൽ ചെയ്തത് എത്രയാണ് നമ്പർ വരുന്നത് അതെടുക്കും. മിക്കവാറും എനിക്കത് റെസണേറ്റ് ആവാറുണ്ട്. അത് കൺഫ്യൂഷൻ വരുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ നമ്മുടെ എല്ലാവരുടെ എനർജി എപ്പോഴും ഒരുപോലെ ഇരിക്കില്ലല്ലോ. ഓൾ റൈറ്റ്, അപ്പോൾ നമുക്ക് നമ്മുടെ റീഡിങ്ങിൽ കേട്ടുമുട്ടാം. ഹായ് പൈൽ 1. സോ നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഗ്രീൻ അവഞ്ചൂറിൻ ആണ്. നമുക്ക് നോക്കാം നിങ്ങളുടെ പാസ്റ്റ്, പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ. നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്ന കാർഡ്, ഓവറോൾ എനർജിയുടെ കാർഡ് ഡെവിൽ. ഗ്രേറ്റ്. ഡെവിലിന്റെ കാർഡ് വരുമ്പോൾ എനിക്ക് കിട്ടുന്ന കുറച്ച് എനർജീസ് ഞാൻ എന്താണെന്ന് പറയാം. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് എനിക്ക് കിട്ടുന്നത് ഒരു പർട്ടിക്കുലർ പാറ്റേൺ ഓഫ് തിങ്കിങ് ഉണ്ടാവും നിങ്ങൾക്ക്. ഓക്കെ, ഒരു തിങ്കിങ് പാറ്റേൺ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ടൈപ്പ് ഓഫ് അഡിക്ഷൻസ്, ഓക്കെ, ഡ്രിങ്കിങ്, സ്മോക്കിങ്, അങ്ങനത്തെ ടൈപ്പ് ഓഫ് അഡിക്ഷൻസ്, അല്ലെങ്കിൽ തിങ്കിങ് പാറ്റേണിലുള്ള അഡിക്ഷൻസ്, അല്ലെങ്കിൽ നമ്മളെപ്പോഴും തോന്നും ഞാൻ എന്ത് ചെയ്താലും എങ്ങനെ ചെയ്താലും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, എവിടെയൊക്കെ സ്റ്റക്കായി പോകുന്നു എന്നുള്ളൊരു ഫീല്. ഓക്കെ, പിന്നെ പലപ്പോഴും നമ്മൾ പറയില്ലേ എനർജറ്റിക്കലി അല്ലെങ്കിൽ മെന്റലി നമ്മൾ അത്രയും എന്താ പറയുക ഓക്കെ ആവാത്ത സിറ്റുവേഷൻ. ഓക്കെ, ഡെവിൽ കാർഡിന്റെ നമ്പർ തന്നെ 15 ആണ്. 15 മീൻസ് 6 ആണ്. ഈ പറഞ്ഞ പോലെ നമുക്ക് നമ്മുടെ എനർജിയിൽ ബാലൻസ് കൊണ്ടുവരാനുള്ള ബുദ്ധിമുട്ട്. ഓക്കെ, ഒന്നുകിൽ നമ്മൾ ഭയങ്കര ഹൈറ്റൻഡ് ആയിട്ടുള്ള ദേഷ്യമാണെങ്കിൽ ഭയങ്കര ദേഷ്യം വന്നാൽ ഭയങ്കര ദേഷ്യം. ഈ പറഞ്ഞ പോലെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട്. ഓക്കെ, ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഭയങ്കര ദേഷ്യം വന്നതിനെ പൊട്ടിത്തെറിച്ച് പോകും, കയ്യിൽ നിന്ന് പോകും. പിന്നെ അതിനെ തിരിച്ചു കൊണ്ടുവരാൻ ബുദ്ധിമുട്ടാണ്. ഓക്കെ, പിന്നെ ചില ആൾക്കാർ ചില റിലേഷൻഷിപ്പിൽ വല്ലാണ്ട് സ്റ്റക്കാണ്. ഓക്കെ, എനിക്കറിയില്ല എത്ര പേർക്ക് ഇത് റെസണേറ്റ് ആവും. ഇത് നിങ്ങളുടെ ഓവറോൾ എനർജിയാണ്. ഓക്കെ, എനിക്കിവിടെ കിട്ടുന്ന നമുക്ക് നിങ്ങളുടെ പാസ്റ്റ് എന്താണെന്ന് ഞാൻ പറയാം. ഓക്കെ, താങ്ക് യു സ്പിരിറ്റ്. എനിക്ക് പൈൽ 1ന്റെ പാസ്റ്റ് എന്തായിരുന്നു? പൈൽ 1 പാസ്റ്റ്. താങ്ക് യു സ്പിരിറ്റ്. ഓൾ റൈറ്റ്, പൈൽ 1. നമുക്ക് നോക്കാം നിങ്ങളുടെ പാസ്റ്റ് എന്തായിരുന്നു. ദ സൺ. ഓക്കെ, രണ്ടും ഒരുമിച്ച് വരാൻ ആഗ്രഹിക്കുന്നു.
Queen of Cups and Two of Cups. Nine of Swords. എനിക്ക് ഒരുപാട് എനർജീസ് കിട്ടുന്നുണ്ട്. ഫോർ ഓഫ് വാണ്ട്സിന്റെ കാർഡും കൂടെ ഉണ്ട്. ഓൾറൈറ്റ്, എക്സ്ക്യൂസ് മീ. ദ സൺ കാർഡ് ഉണ്ട്. സൺ കാർഡ് ചില ആൾക്കാർക്ക് ഈ പറഞ്ഞ പോലെ നിങ്ങൾ പല കാര്യങ്ങളിലും ആക്ഷൻ എടുത്തിട്ടുണ്ട്. ആക്ഷൻ എടുത്തതിന്റെ ഫലമായിട്ട് നിങ്ങൾ പല ലൈഫിലെ പല സിറ്റുവേഷനിൽ സ്റ്റക്കാണ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ കിട്ടുന്ന മെയിൻ ആയിട്ടുള്ള മറ്റ് എനർജീസ്, അതായത് സൺ കാർഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പാസ്റ്റിൽ എന്തെങ്കിലും ടൈപ്പ് ഓഫ് ആക്ഷൻ എടുത്തിട്ടുണ്ടാവും. എന്തെങ്കിലും ഒരു റിലേഷൻഷിപ്പിലായിരിക്കാം. ഓക്കെ, റിലേഷൻഷിപ്പ് റിലേറ്റ് ചെയ്തിട്ട് ആക്ഷൻ എടുത്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ പറയില്ലേ, നമ്മുടെ ഇൻഡ്യൂഷൻ ചില സമയത്ത് നമ്മൾ വിചാരിക്കും നമ്മുടെ ഇൻഡ്യൂഷൻ ആയിരുന്നു എന്നുള്ളത് ട്രസ്റ്റ് ചെയ്ത് ചില സമയത്ത് ആക്ഷൻ എടുത്തിട്ടുണ്ടാവും. ഓക്കെ, അതിലൂടെ നമുക്ക് എന്താ അൾട്ടിമേറ്റ് റിസൾട്ട് എന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ ലൈഫിൽ സ്റ്റക്കായി. അത് മാത്രമല്ല, നമുക്ക് ഈ പറഞ്ഞ പോലെ സമാധാനം ഇല്ലാതായി, ടെൻഷനായി. രാത്രി സത്യം പറഞ്ഞാൽ സമാധാനത്തിൽ കിടന്ന് ഉറങ്ങുക എന്ന് പറയില്ലേ, അത് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ അത് നിങ്ങൾക്ക് കിട്ടാത്ത ഒരു സിറ്റുവേഷനിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയി. ഓക്കെ, അങ്ങനത്തെ ഒരു പാസ്റ്റ് നിങ്ങൾക്ക് ഇതിനകത്ത് നിന്ന് എനിക്ക് എനർജി വൈസ് കിട്ടുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ ഏതെങ്കിലും പെറ്റ്, എസ്പെഷ്യലി എനിക്കൊരു ഡോഗ് എനർജിയാണ് കിട്ടുന്നത്, ഏതെങ്കിലും ഒരു പെറ്റ് മരിച്ചു പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ എന്താ പറയുക, നമ്മുടെ അതിൻ്റെ ആത്മാവ് അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു എനർജി നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. എസ്പെഷ്യലി എനിക്കൊരു വൈറ്റ് കളർ ഡോഗിന്റെ എനർജിയാണ് എനിക്ക് കിട്ടുന്നത്. പിന്നെ നിങ്ങൾക്ക് പല ആൾക്കാരും വിചാരിച്ചിട്ടുണ്ടാവും ഈ ഒരു റിലേഷൻഷിപ്പ് സോൾമേറ്റ് ആണ്, വളരെ നല്ല സോൾമേറ്റിനെയാണ് എനിക്ക് കിട്ടിയെന്നൊക്കെ വിശ്വസിച്ച് ട്രസ്റ്റ് ചെയ്തിട്ടാണ് നിങ്ങൾ ആ ഒരു റിലേഷൻഷിപ്പിൽ എന്താ പറയുക വന്നതും അതിന്റെ എനർജിയിൽ കണക്ട് ആയതും ഒക്കെ. പക്ഷെ അൾട്ടിമേറ്റ്ലി ആ ഒരു റിലേഷൻഷിപ്പിലൂടെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും മോശപ്പെട്ട സിറ്റുവേഷനിലേക്ക് അല്ലെങ്കിൽ ഏറ്റവും മോശപ്പെട്ട ഇമോഷൻസിലേക്ക് പോകുന്ന ഒരു സിറ്റുവേഷൻ ഞാൻ ഇതിനകത്ത് കാണുന്നുണ്ട്. ഓക്കെ, ചില ആൾക്കാർ കണക്ട് ചെയ്ത ആളിന്റെ എനർജി എന്ന് പറയുന്ന കപ്സ് എനർജിയാണ്. ഓക്കെ, കപ്സ് എനർജി സ്കോർപിയോ, പൈസീസ്, ക്യാൻസർ, ആ എനർജീസുമായിട്ടാണ് കണക്ട് ചെയ്തത്. അപ്പം അതിൻ്റെ ഒരു അൾട്ടിമേറ്റ് റിസൾട്ട് നമ്മൾ വിചാരിച്ച പോലത്തെ പോസിറ്റീവ് അല്ല, നെഗറ്റീവാണ്. നെഗറ്റീവിൻ്റെ റിസൾട്ടായിട്ട് നിങ്ങൾക്ക് ഉള്ള സമാധാനം പോയി, രാത്രിയിൽ ഉറങ്ങാൻ പറ്റാത്ത സിറ്റുവേഷൻസ് ആയി, പലതും ആലോചിച്ച് പിന്നെ അതുപോലെ ചില ആൾക്കാർക്ക് ഇത് ബ്രേക്കപ്പിൻ്റെ എനർജിയും കൂടിയാണ്. ഓക്കെ, ബ്രേക്കപ്പ് അല്ലെങ്കിൽ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണ്. ഓക്കെ, പാസ്റ്റിലെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. പിന്നെ ചില ആൾക്കാരുടെ കേസിൽ പറയുകയാണെങ്കിൽ നിങ്ങൾ പല കാര്യത്തിനും ഇമോഷണലി നമ്മൾ പറയാം, ചില ആക്ഷൻസ് നമ്മൾ ഭയങ്കര ഇമോഷൻസിൽ നിന്നിട്ട് എടുക്കും. ആ ആക്ഷൻ ചില ആരെങ്കിലും പറയുമ്പോൾ നമ്മൾ പറയില്ലേ, ശരി അവർ പറഞ്ഞല്ലേ, അവർ പറഞ്ഞതിന്റെ പേരിൽ നമ്മൾ അവരെ വിഷമിപ്പിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് ആ ഒരു ഇമോഷനിൽ നിന്നിട്ട്, അതിപ്പോൾ ഏത് ഇമോഷനും ആവാം, ദേഷ്യത്തിലും സങ്കടത്തിലും അല്ലെങ്കിൽ എന്താ പറയുക സന്തോഷത്തിലൊക്കെ ഉള്ള ഇമോഷൻസ്, നമ്മൾ അങ്ങനത്തെ ഒരു ഇമോഷൻസിലും നമ്മൾ ഒരു ഡിസിഷൻ എടുക്കാനും പാടില്ല, അതുപോലെ അത് കൊണ്ടുവരാൻ ശ്രമിക്കാനും പാടില്ല. കാരണം എപ്പോഴും നമ്മൾ ആ ഒരു ബാലൻസ് എനർജിയിലായിരിക്കുമ്പോൾ മാത്രമേ ഡിസിഷൻസ് എടുക്കാവൂ. അല്ലെങ്കിൽ അത് അൾട്ടിമേറ്റ്ലി പിന്നെ നിങ്ങളിൽ ചില ആൾക്കാർക്ക് ഉറപ്പായിട്ടും ത്രോട്ട് ചക്ര ഇഷ്യൂസ് ഉണ്ട്. അതായത് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പലതും ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതൊക്കെ നിങ്ങൾ പാസ്റ്റ് ഒരുപാട് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. നിങ്ങളുടെ പ്രസന്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ പ്രസന്റ് എന്താണ് സ്പിരിറ്റ്, ഇവരുടെ പ്രസന്റ് എന്താണ്? താങ്ക് യു സ്പിരിറ്റ്, താങ്ക് യു. ഫയൽ 1ന്റെ പ്രസന്റ് സിറ്റുവേഷൻ. ഓക്കെ, എന്താണ് ഇപ്പോഴും കൺഫ്യൂഷൻ? 2 പെന്റക്കിൾസ് ആണ്. 2 പെന്റക്കിൾസിന്റെ കാർഡ് എന്ന് പറഞ്ഞാൽ 2 സിറ്റുവേഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ 2 കാര്യങ്ങളുണ്ട്. അതിനകത്തുനിന്ന് ഏതെങ്കിലും ഒന്ന് ഓപ്റ്റ് ചെയ്യണം, മുന്നോട്ട് പോകണം. ഓക്കെ, ചിലർക്ക് ഇത് ജോബ് റിലേറ്റഡ് സിറ്റുവേഷൻ ആവാം, ചിലർക്ക് ഇത് എന്താ പറയുക ഫൈനാൻസ് റിലേറ്റഡ് സിറ്റുവേഷൻസ് ആവാം, അതുപോലെ എന്താ പറയുക റിലേഷൻഷിപ്പിന്റെ സിറ്റുവേഷൻസും ആവാം. ഇതിനകത്ത് ശരിയാണ്, റിലേഷൻഷിപ്പിന്റെ എനർജി ഇല്ല. പിന്നെ ചില ട്രാവൽ സിറ്റുവേഷൻസും ആവും. നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണ്, നമ്മൾ ഇവിടെ പോകണോ അവിടെ പോകണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ, അല്ലെങ്കിൽ റീലൊക്കേറ്റ് ചെയ്യണോ എന്നുള്ള രീതിയിൽ കൺഫ്യൂഷൻ, അതോ ഇവിടെ തന്നെ കണ്ടിന്യൂ ചെയ്തോ നമുക്ക് ബെനിഫിറ്റ് ഉണ്ടോ എന്നുള്ളൊരു കൺഫ്യൂഷൻ. അങ്ങനെ ഓവറോളിൽ ഒരുപാട് കൺഫ്യൂഷന്റെ എനർജിയാണ് എനിക്ക് ഇവിടെ കിട്ടുന്നത്. ഓക്കെ, 10 ഓഫ് പെന്റക്കിൾസ്. അതെ, നിങ്ങൾ ചില ആൾക്കാരെങ്കിലും ബിസിനസ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ട്. ഡൗട്ടാണ്, ഈശ്വര ഇതിപ്പം കാരണം ഇത് 2 ഓഫ് പെന്റക്കിൾസ് എന്ന് പറഞ്ഞാൽ നമ്മൾ 2 ഓപ്ഷൻസിനകത്ത് നിന്ന് ഒന്ന് ചൂസ് ചെയ്യുന്നതാണ്. അപ്പം നമ്മുടെ ഡൗട്ട്, നമ്മൾ എന്തുകൊണ്ടാണ് 2 ഓപ്ഷൻസിനകത്ത് നിന്ന് ഒന്ന് ചൂസ് ചെയ്യാൻ ഇത്രയും കൺഫ്യൂസ്ഡ് ആവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അൾട്ടിമേറ്റ്ലി അതിന്റെ റിസൾട്ട് എന്താണെന്ന് അറിയില്ല. നമുക്ക് എല്ലാവർക്കും ആഗ്രഹം നമ്മൾ എടുക്കുന്ന ഒരു എന്താ പറയുക ചോയ്സിന്റെ അൾട്ടിമേറ്റ് റിസൾട്ട് എന്തായിരിക്കും എന്ന് അറിയാനാണ്. അപ്പം ഇവിടുത്തെ കേസിൽ പറയുകയാണെങ്കിൽ ആ ഒരു അൾട്ടിമേറ്റ് റിസൾട്ട് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ
മാക്സിമം നിങ്ങൾ ആക്ഷൻ എടുക്കാതിരിക്കും. പക്ഷെ നിങ്ങൾ പല ആൾക്കാരും ആക്ഷൻ എടുത്തു, അതിനി മുന്നോട്ട് പോകുമ്പോൾ എന്താവും, എല്ലാം കൂടെ പൊട്ടിപ്പാളീസ് ആവുമോ, അതോ നമുക്ക് എന്തെങ്കിലും ഹോപ്പ് ഉണ്ടോ എന്നുള്ള ഡൗട്ടിലാണെങ്കിൽ എനിക്ക് ഇതിനകത്ത് ഹോപ്പിന്റെ എനർജി ഉണ്ട്. 10 of Pentacles ആണ്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ കറന്റ് സിറ്റുവേഷനകത്ത് ചില ആൾക്കാർ ഇമോഷണലി ഹാപ്പി ആയിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ട്. ചില ആൾക്കാർക്ക് ഒരുപാട് ഫൈനാൻസ് പരമായിട്ട് നിങ്ങളൊട്ടും പ്രതീക്ഷിക്കാത്ത നേട്ടങ്ങൾ നിങ്ങൾ ഈ ഒരു ടൈം പീരീഡിൽ കൈവരിച്ച ആൾക്കാരാണ്. ചില ആൾക്കാർ ഈ പറഞ്ഞ പോലെ ഫൈനാൻസ് എന്നത്തേക്ക് ശരിയാവും, 10-10 നമ്പർ ഞാൻ ഇതിനകത്ത് കണ്ടു. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക, നിങ്ങൾക്ക് ഫൈനാൻസ് പരമായിട്ട് ബുദ്ധിമുട്ടുകളൊക്കെ ഇപ്പം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളൊരു ബിസിനസ്സിന്റെ ഡിസിഷൻ എടുത്തു, അതിനെ റിലേറ്റ് ചെയ്തിട്ട് ഇത് അൾട്ടിമേറ്റ്ലി എന്താവും എന്നുള്ളത് അറിയില്ല. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ എനിക്കുള്ള ഗൈഡൻസ് എന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യുന്നത് ഫൈനലി എന്താ പറയുക, പോസിറ്റീവ് ആയിട്ടുള്ള റിസൾട്ട് ആയിട്ട് തന്നെ വരും. ഫൈനാൻസ് പരമായിട്ട് കൺഫ്യൂഷൻ തന്നെയാണ് 2 of Pentacles എനിക്ക് കിട്ടിയത്. ഇപ്പോഴും നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ടൈപ്പ് ഓഫ് കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ കൺഫ്യൂസ്ഡ് ആവണ്ട. നമ്മുടെ ലൈഫിൽ കൺഫ്യൂഷൻസ് എല്ലാവർക്കും ഉള്ളൊരു സംഭവമാണ്. ഓക്കെ, അതിന്റെ കൺഫ്യൂഷന്റെ എനർജി എല്ലാവർക്കും, നമ്മൾ പറയില്ലേ, നമ്മുടെ ഇൻഡ്യൂഷനായിട്ട് നമ്മൾ കണക്ട് ആവാതിരിക്കുമ്പോഴാണ് നമുക്ക് ഈ കൺഫ്യൂഷന്റെ എനർജി കുറച്ച് കൂടുതൽ. അപ്പം ചില ആൾക്കാർ ഇപ്പം മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഇപ്പൊ റീസെന്റ് നിങ്ങൾ ഒരുപാട് മെഡിറ്റേഷൻ ചെയ്ത് മനസ്സ് കാം ഡൗൺ ചെയ്യുക എന്നൊക്കെ ഉള്ളതൊക്കെ മനസ്സിലാക്കി കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരായിരിക്കും നിങ്ങൾ. ചില ആൾക്കാർ ഒരുപാട് എവിടെയെങ്കിലുമൊക്കെ റാൻഡം ആയിട്ട് ഒരുപാട് റെയിൻബോസ് കാണുന്ന ആൾക്കാരായിരിക്കും. ഇത് നിങ്ങളുടെ തന്നെയാണെന്നുള്ളതിന്റെ കൺഫർമേഷൻ ആയിട്ട് റെയിൻബോസ് കാണുന്ന കറണ്ട് എനർജിയിൽ അല്ലെങ്കിൽ പല സിറ്റുവേഷനിലും എവിടെയെങ്കിലുമൊക്കെ റെയിൻബോസ് കാണാറുണ്ട് റാൻഡംലി എങ്കിലും. 9 of Wands, സ്ട്രഗിൾ ഗൈസ്. 9 അതെ, എന്തെങ്കിലുമൊക്കെ അങ്ങനത്തെ സിറ്റുവേഷനാണ്. അതായത് സ്റ്റക്കാണ്, എങ്ങും എത്തുന്നില്ല, ആഗ്രഹിക്കുന്ന കാര്യം നടക്കുന്നില്ല, മനസ്സിനൊരു സമാധാനം ഇല്ല, ലൈഫിനോട് ഫൈറ്റ് ചെയ്ത് ഇനി വയ്യ ഫൈറ്റ് ചെയ്യാൻ, ഇനി വരുന്നിടത്ത് വെച്ച് കാണാം, വരുന്ന പോലെ വരട്ടെ, എനിക്ക് ഇനി വയ്യ, സ്പിരിറ്റിന് അല്ലെങ്കിൽ ഈശ്വരൻ എന്താ തീരുമാനിക്കുന്നത് അതുപോലെ വരട്ടെ എന്നുള്ള രീതിയിലൊക്കെയാണ് നിങ്ങളുടെ കാര്യങ്ങളെങ്കിൽ ഉള്ളതല്ലേ. അൾട്ടിമേറ്റ്ലി നമുക്ക് ഇതെല്ലാം പോസിറ്റീവായിട്ട് വരും. അല്ലെങ്കിൽ നമ്മുടെ ഫ്യൂച്ചർ എന്തായാലും എനിക്ക് നിങ്ങളുടെ ഫ്യൂച്ചർ കാണണം. കാര്യം നിങ്ങളുടെ പാസ്റ്റ് നിങ്ങൾ ഒരുപാട് സഫർ ചെയ്തു, ഈ പറഞ്ഞ റിലേഷൻഷിപ്പ് റിലേറ്റ് ചെയ്തിട്ടും നിങ്ങളുടെ ചോയ്സിലൂടെ നമ്മളല്ലേ പല ചോയ്സ് നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ ആ ഒരു ചോയ്സിലൂടെ നമ്മൾ സഫർ ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനത്തെ ചോയ്സിലൂടെ നിങ്ങൾ ഒരുപാട് സഫറിങ്സിലൂടെ പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ചില ആൾക്കാർ ഈ പറഞ്ഞ രണ്ട് ഓപ്ഷനിൽ ഡിസിഷൻ എടുത്ത് അൾട്ടിമേറ്റ്ലി സക്സസ്ഫുൾ ആവും. 10 of Pentacles ആണെന്ന് വിചാരിച്ചു, പക്ഷേ അൾട്ടിമേറ്റ്ലി നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ആ ഡിസിഷനിലൂടെ. അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിലും അതിപ്പം ഈവൻ നിങ്ങളൊരു ജോബ് സിറ്റുവേഷൻ ചൂസ് ചെയ്തായിരിക്കാം, ഇല്ലെങ്കിൽ ഒരു ബിസിനസ് ചൂസ് ചെയ്തായിരിക്കാം, ഫൈനാൻസ് പരമായിട്ട് ഭയങ്കരമായിട്ട് ഉയരും എന്നൊക്കെ വിചാരിച്ചിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തായിരിക്കും ഇപ്പം പൈസ കിട്ടും എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ പറഞ്ഞു തരുന്നതിന് മുന്നേ അതെല്ലാം പൊട്ടി പാളീസായി, അല്ലെങ്കിൽ പൈസ എല്ലാം ഇല്ലാണ്ടായിപ്പോയി. നമ്മൾ പിന്നെ സ്ട്രഗിൾ ആണ്. നമ്മൾ പറയില്ലേ, നമ്മൾ ഒരുപാട് എന്ത് ചെയ്യുന്നെങ്കിലും നമുക്കൊരു പ്രതീക്ഷയുണ്ട്. നമ്മളൊക്കെ പറയും ഒന്നും പ്രതീക്ഷിക്കാതെ ചെയ്യണമെന്ന്, അതൊക്കെ പറയാൻ ഈസിയാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ നമ്മൾ എന്ത് ഇൻവെസ്റ്റ്മെന്റ് ചെയ്താലും അല്ലെങ്കിൽ എന്ത് കാര്യം ചെയ്യുമ്പോഴും നമുക്കൊരു പ്രതീക്ഷയുണ്ട്. ലൈക്ക് ഫ്യൂച്ചറിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് പോസിബിലിറ്റി ഉണ്ട്, പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. അപ്പം ആ ഒരു പ്രതീക്ഷയിൽ നമ്മൾ പറയില്ല, ഒരുപാട് നമ്മൾ സ്ട്രഗിൾ ചെയ്യുക ലൈഫിനടുത്ത്, എന്നാലും പിടിച്ചു നിൽക്കേണ്ടത്. കാരണം നമുക്ക് നിങ്ങൾ പല ആൾക്കാർക്കും ആ പ്രതീക്ഷയുള്ള ആൾക്കാരാണ്. എന്ന് വെച്ചാൽ യെസ്, ഞാൻ ഈ കഷ്ടപ്പെടുന്നതിന് അറ്റ് ദ എൻഡ് ദൈവം എനിക്ക് എന്തെങ്കിലും നല്ലത് വെച്ചിട്ടുണ്ടാവും, കഷ്ടപ്പാടിന്റെ ഒടുവിൽ നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ വരും. അങ്ങനെയൊക്കെയാണ് ഇപ്പം നിങ്ങളുടെ എനർജി. ഓക്കെ, നിങ്ങൾ അങ്ങനെയാണ് ട്രസ്റ്റ് ചെയ്യുന്ന ആൾക്കാരെങ്കിൽ അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് ട്രസ്റ്റ് ചെയ്യും. കാരണം നമ്മുടെ ലൈഫിൽ ഇങ്ങനത്തെ സ്ട്രഗിൾസ് വരുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഫീൽ ചെയ്യില്ലേ, അയ്യോ എനിക്ക് വയ്യാന്ന് തോന്നും. പക്ഷെ ഈ വയ്യാൻ തോന്നില്ലേ, മടുത്തു, എനിക്ക് സ്ട്രഗിൾ ചെയ്യാൻ വയ്യാന്ന് തോന്നുന്നതിന്റെ അടുത്തും കൂടി നമ്മളൊന്ന് സ്റ്റെപ്പ് എടുക്കുക. കാരണം നമ്മൾ പറയില്ലേ, നമ്മൾ ഒരു അത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ്. എൻ്റെ ബ്രദറാണ് എന്നെ ആദ്യമായിട്ട് മരുത്വാമല കൊണ്ടുപോയത്. ആദ്യമായിട്ട് മാത്രമല്ല, ഞാൻ ഒരു തവണ അവിടെ കയറിയിട്ടുള്ളൂ. മരുത്വാമല പോയി കുറച്ച് സ്റ്റെപ്സ് കയറിയപ്പോൾ തന്നെ സീരിയസ്ലി ഞാൻ ഭയങ്കര എന്താ എനർജറ്റിക്കലി ഡൗൺ ആയിപ്പോയി. എൻ്റെ പ്രഷർ ഭയങ്കരമായിട്ട് താന്നു. അപ്പം പുള്ളിക്ക് പറഞ്ഞ പോലെ ട്രക്കിംഗ് ചെയ്ത് ഒരു എക്സ്പീരിയൻസ് ഉള്ള ആളായതുകൊണ്ട് പുള്ളി എന്നെ കൊണ്ടുപോയപ്പോഴത്തേനും ഞാൻ അവിടെ എത്തി, കുറച്ച് കുഴഞ്ഞു. പിന്നെ എനിക്ക് വെള്ളം തന്നു, നെല്ലിക്ക കഴിക്കാനൊക്കെ തന്നു. ഞാൻ ആക്ച്വലി പറഞ്ഞു വേണ്ട, പൊക്കോ, ബ്രദറിൻ്റെ അടുത്ത് പറഞ്ഞു വാവേ പൊക്കോ, ഇയാൾ കയറ്, ഞാൻ വരുന്നില്ല, ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഈ പറഞ്ഞ പോലെ പക്ഷെ പുള്ളി ഒരു വിധത്തിലും ഇല്ലെന്ന്, എൻ്റെ കൂടെ വന്നാൽ മതി, നമുക്ക് നമുക്ക് ഒരുമിച്ച് തന്നെ കയറാം എന്ന് പറഞ്ഞിട്ട് പതുക്കെ കയറ്റി കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. കയറി അവസാനം എത്താറായപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിനി വയ്യേ, ഞാൻ വരണില്ല, ഇയാൾ പോയി പ്രാർത്ഥിച്ചിട്ടൊക്കെ പറഞ്ഞാൽ ഇവിടെ തന്നെ ഇരുന്നോളാം എന്ന് പറഞ്ഞിട്ട് ഞാൻ അടുത്ത് വെച്ച് ഇരുന്നു. പക്ഷെ അവിടെ വെച്ചിട്ടും ആ പുള്ളി എന്നെ പുഷ് ചെയ്ത്, എൻ്റെ ബ്രദർ എന്നെ പുഷ് ചെയ്ത് എന്നെ കൊണ്ടുപോയി മുകളിൽ പോയി. അവിടെ എത്തുന്നതിന് മുന്നേ വരെ എന്ന് വെച്ചാൽ എനിക്ക് വയ്യ, മനസ്സിലായ? അത്രയ്ക്ക് എന്താ പറയുക, നമ്മൾ ഡ്രെയിനായിട്ട് എൻ്റെ അങ്ങറ്റം എത്തി, നടക്കാനും വയ്യ,
കയറാനും വയ്യ, മുന്നോട്ട് പോകാനും വയ്യ. എനിക്ക് പിന്നെ പോകുന്നതല്ലല്ലോ പ്രശ്നം, ഇനി അടുത്ത് തിരിച്ചിറങ്ങി വരണ്ടേ, അത് അതിനേക്കാൾ വലിയ പ്രശ്നം എന്ന് വെച്ചിട്ട് പക്ഷെ എൻ്റെ ബ്രദറിൻ്റെ ഒറ്റ നിർബന്ധത്തിൻ്റെ പേരിൽ ഞാൻ അവിടെ പോയി, ഗുഹയിൽ പോയി ഇരുന്ന് 10 മിനിറ്റ് അവിടെ നിന്ന് കണ്ണടച്ച് പ്രാർത്ഥിച്ച് അങ്ങനെയൊക്കെ ഉള്ള ലക്കുണ്ടായി. ഓക്കെ, അതായത് ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ ലൈഫിലും ഇപ്പം നിങ്ങൾ അത്രയും സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിലും നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ എനിക്ക് എൻ്റെ ഈ പറഞ്ഞ പോലെ ഞാൻ ബ്ലെസ്ഡ് വിത്ത് മൈ ഫാമിലി, അത് ഞാൻ ഉറപ്പായിട്ടും പറയും. എൻ്റെ ഗ്രേറ്റസ്റ്റ് ബ്ലെസ്സിങ്സ് എൻ്റെ ഫാമിലി തന്നെയാണ്. അപ്പം അതുപോലെ നിങ്ങളുടെ ലൈഫിലും നിങ്ങളുടെ ഈ പറഞ്ഞ പോലെ എന്താ പറയുക, പ്രശ്നങ്ങളുള്ള സിറ്റുവേഷനിൽ ചിലപ്പം നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ആൾക്കാർ നമ്മളെ വന്ന് സപ്പോർട്ട് ചെയ്യും. ഓക്കെ, ഇതിപ്പം നിങ്ങളുടെ കേസിൽ നിങ്ങൾ സ്ട്രഗിൾ ചെയ്ത് നമ്മൾ പറയില്ലേ, എനിക്കിനി വയ്യ, ഇതിനു വേണ്ടി ഇനി എഫേർട്ട് ഇടാൻ വയ്യ, ഇനി മടുത്ത് എന്ന് പറഞ്ഞ് വയ്യാന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് അതിൻ്റെ അടുത്തൊരു സ്റ്റെപ്പും കൂടെ എടുത്ത് വെക്കുക. ഓക്കെ, മേ ബി അതായിരിക്കും അടുത്ത സ്റ്റെപ്പായിരിക്കും നമ്മുടെ ഒരു ബ്രേക്ക് ത്രൂ. നിങ്ങളുടെ ഇതിൽ പല ആൾക്കാർക്കും എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ ഒരുപാട് പേരെ ഇതിനകത്ത് യൂട്യൂബ് ചാനൽസ് സ്റ്റാർട്ട് ചെയ്ത് പറഞ്ഞ പോലെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഇല്ലാതെ സ്റ്റക്കായി നിൽക്കുന്ന ആൾക്കാരെ കണ്ടു. പക്ഷെ എനിക്ക് അവരുടെ അടുത്ത് ഒരു കാര്യമാണ് പറയാനുള്ളത്, റിപ്പീറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താണോ ഇമോഷണലി കണക്ട് ആവുന്ന സാധനം റിപ്പീറ്റ് ചെയ്തിട്ട്. കാരണം നമുക്ക് അങ്ങനെ ഒരു കളക്റ്റീവ് ഉറപ്പായിട്ടും വരും. നമുക്കത് ഒന്നാമത്തെ കാര്യം, നമുക്കിതൊക്കെ ചെയ്യാൻ വെറുതെ തോന്നാറില്ല. നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതൊരു ഡിവൈൻ മെസ്സേജ് അല്ലെങ്കിൽ ഡിവൈൻ ഇന്റർവെൻഷൻ തന്നെയാണ്. അപ്പം അത് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം ഈ പറഞ്ഞ പോലെ നമ്മൾ വിചാരിച്ച രീതിയിൽ കാര്യങ്ങൾ വന്നില്ല എന്ന് വെച്ച് നമ്മൾ നമുക്ക് എന്താണ് തോന്നുന്നത് അത് ചെയ്യാം. ഓക്കെ, എനിക്ക് ഈ പറഞ്ഞ പോലെ നിങ്ങൾ ആദ്യത്തെ വീഡിയോസ് ഒക്കെ എടുത്ത് നോക്കിയാൽ അറിയാം, 100, 90, 15, 25 അങ്ങനെയൊക്കെയുള്ള കുഞ്ഞു കുഞ്ഞു നമ്പേഴ്സ് ഉണ്ടാവും. പക്ഷെ അവിടെ വെച്ച് എനിക്ക് വേണമെങ്കിൽ നിർത്തിയിട്ട് പോവാം. പക്ഷെ അത് പിന്നെ ഞാൻ വിചാരിച്ചു, യെസ്, ഇതെന്റെ പർപ്പസ് ആണ്, ഞാൻ റുട്ടീനായിട്ട് ഇടാം, വരുന്നിടത്ത് വെച്ച് കാണാം, അല്ലെങ്കിൽ വരുന്ന പോലെ വരട്ടെ എന്നുള്ള രീതിയിൽ ഞാൻ ചെയ്തു തുടങ്ങിയപ്പോൾ പിന്നെ ചെയ്യുമ്പം പിന്നെ എന്റെ പ്രശ്നം എന്ന് വെച്ചാൽ, ചെയ്യാൻ എല്ലാ ദിവസവും അറിയാലോ, ഇതൊരു ഡിവൈൻ ഗൈഡഡ് സംഭവമാണ്. എനിക്ക് ഭയങ്കര ഗൈഡൻസ് വരാറുണ്ട്, ലൈക്ക് ഇത് ചെയ്യണം എന്നുള്ളത് ചെയ്യും. ബാക്കി കാണേണ്ടവർ ഈ പറയുന്ന പോലെ കണക്ട് ആവുന്നവർക്ക് കണക്ട് ആവും, എല്ലാവർക്കും ഇത് കണക്ട് ആവില്ല. ഓക്കെ, ഇതെന്ന് പറയുന്നത് ഭയങ്കര മൈനോറിറ്റി ആൾക്കാർ, ഇതെല്ലാം ആളുകൾ ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ലൈക്ക് എല്ലാവരും ഈ എനർജീസുമായിട്ടൊക്കെ കണക്ട് ആവും. കാരണം ആ ഒരു ടൈം പീരീഡ് ആണിപ്പോൾ. ഓക്കെ, പൈസിയൻ ഏജിൽ നിന്ന് അക്വാരിയൻ ഏജിലേക്ക് നമ്മൾ പൊക്കോണ്ടിരിക്കുന്ന സമയമാണ്. ആ ഒരു അക്വാരിയൻ ഏജിന്റെ ഒരു പ്രത്യേകത തന്നെ നമ്മൾ പല കാര്യങ്ങളും തിരിച്ചറിയുന്നതും ഒരുപാട് അവേക്കണിങ്സ് ഒക്കെ നടക്കുന്ന ടൈമാണ്. ഓക്കെ, അപ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് പല കാര്യങ്ങൾക്കും ഉറപ്പായിട്ടും കണക്ഷൻസും കാര്യങ്ങളും ഒക്കെ കിട്ടും. എനിവേ, നമുക്ക് നിങ്ങളുടെ ഫ്യൂച്ചർ നോക്കാം. ഓക്കെ, 9 of Wands, നമ്മൾ തളർന്ന് വയ്യ എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ അൺഎക്സ്പെക്ടഡ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ഒരു ബ്രേക്ക് ത്രൂ ഉറപ്പാണ് കേട്ടാ. ഞാൻ ചുമ്മാ പറഞ്ഞതല്ല. കാരണം ഞാൻ ഈ 9 of Wands കണ്ടപ്പോൾ ഞാൻ ഈ 8 of Wandsന്റെ കാർഡൊന്നും കണ്ടതല്ല. പക്ഷെ എനിക്ക് ഈ പറഞ്ഞ പോലെ അടുത്ത സ്റ്റെപ്പ് ചെയ്യണം എന്ന് പറഞ്ഞില്ലേ, നിങ്ങൾ ഉറപ്പായിട്ട് ചെയ്യണം. കാരണം 9 of Wands കഴിഞ്ഞാൽ അടുത്ത 10 of Wands ആണ്. 10 എന്ന് പറഞ്ഞാൽ കംപ്ലീഷൻ ആൻഡ് ന്യൂ ബിഗിനിങ്ങിന്റെ ഒരു എനർജിയാണ്. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ചെയ്യുക. ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത കമ്മ്യൂണിക്കേഷൻ, അല്ലെങ്കിൽ നമുക്കൊരു പാർട്ട്ണർഷിപ്പ്, അല്ലെങ്കിൽ ഒരു ഹെൽപ്പ്, അല്ലെങ്കിൽ ഫൈനാൻസ് പരമായിട്ടാണെങ്കിൽ അതിന്റെ ഹെൽപ്പ്, ഒരു എന്താ പറയുക, ഒരു പേഴ്സന്റെ ഹെൽപ്പ് ആണെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ, നമ്മൾ ആഗ്രഹിച്ച കമ്മ്യൂണിക്കേഷൻ വരും. ഓക്കെ, 8 of Pentacles, നിങ്ങൾ ജോബിനെ കുറിച്ചാണ് മാനിഫെസ്റ്റ് ചെയ്തിരിക്കുന്നത്, കുറെ നാളായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നത് നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്യണേ, റിപ്പീറ്റഡ് ആയിട്ട് ട്രൈ ചെയ്തോ. എല്ലാം നിങ്ങൾക്ക് മനസ്സിൽ കണക്ട് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ട്രൈ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഈ ഞാനിപ്പോൾ പറഞ്ഞ കാര്യമാണ്. ഇപ്പൊ പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ, ഈ ആളുടെ പ്രത്യേകത, അതായത് 8 of Pentacles ഇയാളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, പല ആൾക്കാരും പറയുന്നുണ്ടാവും, ഓ നീ ചെയ്യുന്നത് എന്ത്, നീ ചുമ്മാ ചെയ്യണ ഒരു പ്രയോജനവും ഇല്ല, ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ, എന്ത് റിസൾട്ട് എന്നൊക്കെ പലരും പറയാനുണ്ടാവും. പക്ഷെ അതല്ല നമ്മൾ കേൾക്കേണ്ടത്. ഇതൊക്കെ നമ്മുടെ ഇൻറ്റ്യൂട്ടീവ് ഫീലിങ്സിൽ വന്ന് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. പലതും നമ്മൾ വിചാരിക്കുന്ന രീതി, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കാണത്തക്ക രീതിയിലൊരു സക്സസ് ഒന്നും കാണുന്നുണ്ടാവില്ല. പക്ഷെ ഇത് അൾട്ടിമേറ്റ്ലി ഫെയിലിയർ അല്ല. കാരണം നമുക്ക് ആ ഒരു ഡിവൈൻ കണക്ഷൻ കിട്ടുന്ന എനർജീസ് ആണ്. അപ്പം അത് ട്രസ്റ്റ് ചെയ്യുക, മുന്നോട്ട് പോവുക. ഉറപ്പായിട്ടും ന്യൂ ബിഗിനിങ് ആണ് ഗൈസ്, ദ ഫൂൾ കാർഡ് ഉറപ്പായിട്ടും. കാരണം 9 of Pentacles, 9 of Swords കഴിഞ്ഞാൽ 10 of Swords അല്ലെങ്കിൽ 10 of Wands ആണ്. അപ്പൊ അത് കഴിയുമ്പോഴത്തേനും ന്യൂ ബിഗിനിങ് ആണ്. ന്യൂ ബിഗിനിങ്ങിന്റെ എനർജി ദ ഫൂൾ കാർഡ് ആണ്. ട്രസ്റ്റ് ചെയ്യാണ് എന്ന് വെച്ചാൽ, നമുക്കറിയാം യൂണിവേഴ്സ് നമ്മളെ കൈവിടില്ല. ആ ഒരു ട്രസ്റ്റ് നമുക്ക് നിങ്ങളുടെ ഫ്യൂച്ചറിലത്തേക്ക് ഞാൻ കാണുന്നുണ്ട്. എന്ന് വെച്ചാൽ 100%. കാരണം നമുക്ക് ഇങ്ങനത്തെ ഒരുപാട് എക്സ്പീരിയൻസ് വരുമ്പോൾ കുറെ സമയമൊക്കെ നമുക്ക് നഷ്ടപ്പെടും. ഈ യൂണിവേഴ്സിന്റെ അടുത്തുള്ള ട്രസ്റ്റ് നഷ്ടപ്പെടും, വിശ്വസിക്കുന്ന ദൈവത്തിന്റെ അടുത്തുള്ള ട്രസ്റ്റ് നഷ്ടപ്പെടും. പക്ഷെ ഒരു സമയത്ത് ദൈവം നമ്മൾ ഇതിനകത്ത് നിന്നെല്ലാം പിടിച്ചു മാറ്റി നമുക്കൊരു ബ്രേക്ക് ത്രൂ തരും. പിന്നെ എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ എനർജി. King of Cups, ഇമോഷണലി ഹാപ്പി, ബ്ലെസ്ഡ് ഫീലിംഗ്,
അതുപോലെ തന്നെ മറ്റുള്ളവരെ മനസ്സിലാക്കാൻ നമ്മൾ പറയില്ലേ, ടഫ് പീരീഡിലൂടെ പോകുന്ന ആൾക്കാരാണ്. എനിക്കറിയില്ല, എൻ്റെ കളക്റ്റീവ്സ് എല്ലാം മീൻസ് ഞാൻ കണക്ട് ചെയ്യുന്ന എൻ്റെ കളക്റ്റീവ്സ് എല്ലാം കുറച്ച് ടഫിലൂടെ പോകുന്ന ആൾക്കാരാണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്താലും, പിന്നെ ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട്, എന്ത് ചെയ്യുന്നെങ്കിലും പ്രോപ്പറായിട്ട് ചെയ്യുക, കറക്റ്റായിട്ട് ചെയ്യുക. ഷോർട്ട് കട്ട്സ് യൂസ് ചെയ്യരുത്. കാരണം ജസ്റ്റിസിന്റെ കാർഡ് വന്നിരിക്കുന്നതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഷോർട്ട് കട്ട്സ് യൂസ് ചെയ്യേ പാടില്ല. കാരണം ജസ്റ്റിസിന്റെ കാർഡ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ പറയില്ലേ, നമ്മുടെ കർമ്മ, നമ്മൾ നല്ലത് ചെയ്താൽ നല്ലത് വരും, കറക്റ്റായിട്ട് കറങ്ങി തിരിഞ്ഞ് വരും. മോശമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്താൽ അതിൻ്റെ അൾട്ടിമേറ്റ് റിസൾട്ട് നമുക്ക് കിട്ടും. ഓക്കെ, അത് ട്രസ്റ്റ് ചെയ്യാം. ഓൾറൈറ്റ്. എനിക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ റീഡിങ്. എനിക്ക് ഈ പറഞ്ഞ പോലെ എൻ്റെ ലൈഫിലെ എക്സ്പീരിയൻസ് എനിക്കറിയില്ല, നിങ്ങൾക്ക് ബോറടിക്കുന്നതേ അതൊക്കെ അങ്ങ് ഇത് ചെയ്ത് കളയണേ. കാരണം എനിക്കിത് കണക്ട് ചെയ്ത് വരുമ്പോൾ പലതും ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത പലതിനും വന്ന് റീസൺ ഉണ്ടെന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. പക്ഷേ നിങ്ങൾക്ക് പലപ്പോഴും സംസാരിക്കുമ്പോഴാണ് അതിൻ്റെ അൾട്ടിമേറ്റ് എനിക്ക് റീസൺ മനസ്സിലാവാറ്. നമുക്ക് നോക്കാം ഫൈനൽ എന്ത് കാർഡ്സ് ആണ് വരുന്നതെന്ന്, ഫൈനൽ ഗൈഡൻസ് എന്താണ് സ്പിരിറ്റ്. എനിക്ക് ഫൈനലി ഫൈൽ 1 അറിയേണ്ട കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് അറിയേണ്ടത്. ഫൈനലി എംപ്ലോയ്മെന്റ് ചേഞ്ച്, ഉറപ്പായിട്ടും 8 ഓഫ് പെന്റക്കിൾസ് ജോലിയുടെ കേസാണ്. നിങ്ങൾ ആ ജോലി ചേഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു എംപ്ലോയ്മെന്റ് ചേഞ്ചിന്റെ എനർജി നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഉണ്ട്. ട്രസ്റ്റ് ചെയ്യുക, അതിന് വേണ്ടിയിട്ട് എഫേർട്ട് ഇടുക. ഓക്കെ, നോ മോർ കംപ്ലൈനിങ്, അത് നിങ്ങളുടെ ആ എനർജിയിലേക്ക് വരാണ്. കാരണം നമ്മുടെ ലൈഫിൽ ഇത്രയും സ്ട്രഗിൾ വരുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി കംപ്ലൈൻറ്റ് ചെയ്തുകൊണ്ടിരിക്കും, ബാക്കിയുള്ളവരിന് അതുണ്ട്, ബാക്കിയുള്ളവർക്ക് ഇതുണ്ട്, എനിക്ക് മാത്രമേ ലൈഫിൽ ഒന്നുമില്ല, എപ്പോഴും ഒരു കംപ്ലൈനിങ് മോഡിലായിരിക്കും. പക്ഷേ നിങ്ങൾ റിയലൈസ് ചെയ്യാണ്, ലൈക്ക് ഇല്ല, നമുക്കുള്ളത് കറക്റ്റ് സമയത്ത് ഡിവൈൻ ടൈമിങ്ങിൽ കറക്റ്റായിട്ട് നമ്മുടെ ലൈഫിൽ വരും. ഇനി കംപ്ലൈൻറ്റ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം എല്ലാം ഡിവൈൻ കാണുന്നുണ്ട്, ഇതെല്ലാം ഡിവൈൻ കണക്ഷൻസും ആണ് എന്നുള്ളത് ട്രസ്റ്റ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു എനർജിയാണ്. വാവ്, ഞാൻ ഈ കാർഡ് ഒബ്സ്റ്റക്കിൾസ് ആൻഡ് ബ്ലോക്സ് ആർ ലിഫ്റ്റഡ് ഗൈസ്, ട്രസ്റ്റ്. ഒബ്സ്റ്റക്കിൾസ് ആൻഡ് ബ്ലോക്സ് ആർ ലിഫ്റ്റഡ് എന്ന് മാത്രം നിങ്ങളൊന്ന് ടൈപ്പ് ചെയ്യണേ. ഫൈൽ 1 ഒബ്സ്റ്റക്കിൾസ് ആൻഡ് ബ്ലോക്സ് ആർ ലിഫ്റ്റഡ്, എല്ലാം ഉറപ്പാണ്. ഉറപ്പിച്ചോ, മനസ്സിലങ്ങ് ഉറപ്പിക്കരുത്. നമുക്കിപ്പം നഷ്ടപ്പെടാൻ എന്തോന്നുണ്ട്, നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ലേ ഇതൊക്കെ. യെസ്, ദ ടൈമിംഗ് ഈസ് റൈറ്റ് ഫോർ ദിസ് ന്യൂ വെഞ്ചർ, എ ഹാപ്പി ഔട്ട്കം ഫോളോസ് യുവർ പോസിറ്റീവ് എക്സ്പെക്ടേഷൻ. 2 ഓഫ് പെന്റക്കിൾസിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഞാൻ പറഞ്ഞ എനർജിയാണ്. നിങ്ങളൊരു എന്തെങ്കിലും സ്റ്റാർട്ടപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ചെയ്യ്, ഇങ്ങനെ കൂടുതൽ ആലോചിക്കേണ്ട. ഓക്കെ, Archangel Michael, I am with you, giving you the courage to make life changes that will help you work on your divine life purpose. നിങ്ങൾ പല ആൾക്കാരും നിങ്ങളുടെ ലൈഫ് പർപ്പസ് എന്താണ്, എന്തിനാണ് ഞാൻ വന്നത് എന്നുള്ള രീതിയിലെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ആൾക്കാരാണ്. ഓക്കെ, അപ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ലൈഫ് പർപ്പസ് നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. വാവ്. 1 ഫൈനൽ കാർഡ് സ്പിരിറ്റ്, ക്ലീൻ എനർജി ഫുഡ്. നിങ്ങൾ കഴിക്കുന്ന എന്താണെന്നും കൂടെ ഒന്ന് വാച്ച് ചെയ്യണേ. ഭയങ്കര എന്താ പറയുക, ഭയങ്കര എനർജറ്റിക്കലി നിങ്ങൾ ലോ ആയി തോന്നുന്നുണ്ടെങ്കിൽ കഴിക്കുന്ന സംഭവങ്ങൾ എന്തൊക്കെയാണ്, അത്രയും ഈ വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ ചെല്ലുന്നുണ്ടോ എന്ന് ഒന്നുകൂടെ നോക്കുക. ഓക്കെ, അതിൻ്റെ ഒരു എനർജിയും കൂടെ എനിക്കുണ്ട്. obstacles are lifted, obstacles and blocks are lifted guys, obstacles and blocks are lifted. Pile 1, claim it. Obstacles and blocks are lifted. Thank you angels. Okay, flow of abundance continues, and all your good personal work and your positive energy shift have overcome previous obstacles and blocks are lifted away. You will now experience progress and forward movement with your projects. Stay centered in gratitude to ensure that your flow of abundance continues. Great. Pile 1, super reading, super energy. Thank you so much. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് കണ്ടത് ഗ്രെയിൻസ് കിട്ടിയത് ഒത്തിരി ഡീപ്പായി പോയി. എനിവേ, താങ്ക് യു സോ മച്ച് ഫോർ കണക്ടിങ്. ലോട്ട്സ് ഓഫ് ലവ് ആൻഡ് ലൈറ്റ്. ടേക്ക് കെയർ. ബൈ. ഹായ് പൈൽ 2, വെൽക്കം ടു യുവർ റീഡിങ്. നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ സിട്രീനാണ്. നമുക്ക് നോക്കാം നിങ്ങളുടെ ഓവറോൾ എനർജി. 6 ഓഫ് സോർട്സ്. ഓക്കെ, 6 ഓഫ് സോർട്സിന്റെ കാർഡ്സ് വരുമ്പോൾ വേറെ ഒന്നും പറയാനില്ല. മൂവ്മെന്റ് ആണ്, ചേഞ്ചസ് ആണ്, ലൈഫ് ചേഞ്ചിങ് ഇവന്റ്സ് ആണ്, ഹാപ്പിനെസ് ആണ്. ഓക്കെ, ചിലർക്ക് ട്രാവൽ ആണ്. ഓക്കെ, പുറത്തോട്ട് പോകാനുള്ള ട്രാവൽ ആണ്. അതുപോലെ തന്നെ ചില റിലേഷൻഷിപ്പിൽ നിന്നുള്ള വാക്ക് അവേ സിറ്റുവേഷൻസ് ആണ്, ഹാപ്പിനെസ് ആണ്, ബ്ലെസ്സിങ്സ് ആണ്. എന്തായാലും മൂവ്മെന്റ്സ് ഉണ്ട്, ഉറപ്പായിട്ടും ഒരു മൂവ്മെന്റിന്റെ എനർജിയും എനിക്കിവിടെ കിട്ടുന്നുണ്ട്. നമുക്ക് നോക്കാം നിങ്ങളുടെ പാസ്റ്റ് എന്തായിരുന്നു എന്ന്. സ്പിരിറ്റ് എനിക്കറിയേണ്ടത് പൈൽ 2 in the past. Pile 2 in the past. Thank you, Spirit. Thank you very much. Archangel Michael, Spirit. Pile 2 in the past, Spirit.
ഓഹോ, 5 cups, ഇമോഷണലി ഡൗൺ ആയിരുന്നു. ഓക്കെ, വീൽ ഓഫ് ഫോർച്യൂൺ, സ്ട്രെങ്ത്. One more card. Okay. Okay. Thank you. 4 of Pentacles. Okay. സോ പാസ്റ്റിൽ നിങ്ങളുടെ എനർജീസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇമോഷണലി ഡൗൺ ആയി പോയ ഒരുപാട് സിറ്റുവേഷൻ, എസ്പെഷ്യലി റിലേഷൻഷിപ്പിൽ. ഓക്കെ, ലവ് റിലേഷൻഷിപ്പ് തന്നെ ആവണമെന്നില്ല. നമ്മൾ ട്രസ്റ്റ് ചെയ്ത പല ആൾക്കാരും നമുക്ക് തിരിച്ച് വന്ന് അല്ലെങ്കിൽ തിരിച്ച് തന്നിരിക്കുന്നതൊന്നും അത്രയും പോസിറ്റീവ് ആയിട്ടുള്ള റെസ്പോൺസ് ആയിരുന്നിട്ടുണ്ടാവില്ല. അതിലൂടെ നിങ്ങൾ ഇമോഷണലി ഡൗൺ ആയി പോയിട്ടുണ്ട്. പലതും നമ്മുടെ ലൈഫിൽ ഗെയിൻ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ച് നമ്മൾ എഫേർട്ട് കൊടുത്തതൊന്നും നമുക്ക് ഗെയിൻ ചെയ്യാൻ പറ്റിയില്ല. അതെല്ലാം ഈ പറഞ്ഞ പോലെ ഇമോഷണൽ ലോസ് ആയിരുന്നു. അതുപോലെ നമ്മൾ വിചാരിച്ച് വീൽ ഓഫ് ഫോർച്യൂൺ നമ്മുടെ ലൈഫിൽ ടേൺ ആയി പോസിറ്റീവ് ഇവന്റ്സ് ഒക്കെയാണ് വരുന്നത് എന്നൊക്കെ വിചാരിച്ചു. നമ്മൾ പറയില്ലേ, വീൽ ഓഫ് ഫോർച്യൂണിന് 2 എനർജീസ് ഉണ്ട്. നമ്മുടെ പോസിറ്റീവ് ടേൺ ഓഫ് ഇവന്റ്സും ഉണ്ട്, അതുപോലെ നെഗറ്റീവ് ടേൺ ഓഫ് ഇവന്റ്സ്. അപ്പം എനിക്ക് ചില ആൾക്കാരിൽ പോസിറ്റീവ് ടേൺ ഓഫ് ഇവന്റ്സ് നടന്ന ആൾക്കാരുണ്ട് ഓഫ് കോഴ്സ്. പക്ഷേ പലരും ഈ പറഞ്ഞ പോലെ ഇമോഷണലി ഭയങ്കരമായിട്ട് ഡ്രെയിൻ ആയി പോയിട്ടുണ്ട്. ഒരുപാട് മനസ്സിന് സ്ട്രെങ്ത് ഗെയിൻ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. നിങ്ങൾ സ്ട്രോങ് ആണെന്ന് പല സിറ്റുവേഷനിൽ നിങ്ങൾക്ക് സ്വയം പ്രൂവ് ചെയ്യേണ്ട സിറ്റുവേഷൻസ് വന്നിട്ടുണ്ട്. ഓക്കെ, പലരും ഈ പറഞ്ഞ പോലെ പല എക്സ്പീരിയൻസിലൂടെ ഈ പറഞ്ഞ പോലെ സ്ട്രോങ് ആയി. മനസ്സിലായ? നിങ്ങൾ ആരൊക്കെയാണ് ഇത് കണക്ട് ആവുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷെ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഡൗട്ടാണ്, ഞാൻ ഇത്രയും സ്ട്രോങ് ആയോ, ഞാൻ ഇത്രയും ഇമോഷണലി എന്താ പറയുക ഓക്കെ ആയോ, ഞാൻ പവർഫുൾ ആയോ എന്നുള്ള രീതിയിൽ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ കൺഫ്യൂഷൻ വേണ്ട. ഇമോഷണലി നിങ്ങൾ അത്രയും, കാരണം ചില ആൾക്കാർ ഇത് നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യുക. അതായത് നമ്മുടെ ഉള്ളിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് ഈ ലൈറ്റ് സെൽഫും ഷാഡോ സെൽഫും ഉണ്ട്. അതായത് നമുക്കറിയാം ചില കാര്യങ്ങൾ നമ്മൾ മുന്നോട്ട് ചെയ്യുമ്പോഴത്തേനും നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ പറയും, ഓഹ് അതൊന്നും ചെയ്യേണ്ട, ചെയ്താലും വലിയ കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞ് നമ്മളെല്ലാം പിൻവലിക്കുന്ന നമ്മുടെ ഉള്ളിൽ നമ്മുടെ മനസ്സ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അവൻ പറയും, ഏയ് അതൊന്നും ചെയ്ത കാര്യമൊന്നുമില്ല, രക്ഷപ്പെടാനൊന്നും പോണില്ല. ഒറ്റയടിക്ക് പറയും. നമ്മളെ ഡൗൺ ആക്കാവുന്നതിൻ്റെ ഏറ്റവും ബെസ്റ്റായിട്ട് ഡൗൺ ആക്കും. പക്ഷേ നിങ്ങൾ പല ആൾക്കാരും ആ സിറ്റുവേഷനിൽ മാറി, യെസ് അങ്ങനെയാണെങ്കിലും ശരി ഞാനൊന്ന് ചെയ്ത് നോക്കാം, എനിക്ക് ഡിവൈനിൽ വിശ്വാസമുണ്ട്, എന്താണ് വരുന്നത് അത് അവിടെ വെച്ച് നോക്കാം കാണാം എന്നുള്ള രീതിയിൽ നിങ്ങൾ പല സിറ്റുവേഷൻസും ഫേസ് ചെയ്ത്, പല ചലഞ്ചസും ഫേസ് ചെയ്ത്, പലരെയും ഫേസ് ചെയ്ത്, പലയിടത്തും നമ്മൾ പറയുന്നത് ചില ആൾക്കാരടുത്ത് നമ്മൾ നോ പറയുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. പക്ഷെ നിങ്ങൾ പലയിടത്തും നോ പറയാനായിട്ട് ശീലിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു പാസ്റ്റിൽ. എനിക്ക് എത്ര പേർക്ക് ഇത് റെസണേറ്റ് ആവുമെന്ന് അറിയില്ല. അതുപോലെ തന്നെ ചില ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ മണിയുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് എൻ്റെ ആൾക്കാരെയാണ് എനിക്ക് ഇതിനകത്ത് കിട്ടുന്നത്. പൈസ ചിലവാക്കിയാൽ പൈസ തീർന്നു, പിന്നെ പൈസ ഇല്ല, പൈസ വരില്ല എന്നുള്ള കോൺസെപ്റ്റും അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വിശ്വാസമുള്ള ആൾക്കാരായിരുന്നു നിങ്ങൾ. ഞാൻ എല്ലാം സേവ് ചെയ്ത് വെക്കണം, ഇല്ലെങ്കിൽ എനിക്ക് നാളത്തേക്കൊന്നും ഇല്ല, എല്ലാം പോയി, ഞാൻ ചിലവാക്കും തോറും എൻ്റെ എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. അങ്ങനെയല്ല. പക്ഷേ അങ്ങനത്തെ ഒരുപാട് സിറ്റുവേഷൻസ് നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടായിരിക്കാം, മേ ബി ഫൈനാൻസ് പരമായിട്ട്. പിന്നെ ചില ആൾക്കാർ ഈ പാസ്റ്റിൽ തന്നെ പല സിറ്റുവേഷനും മനസ്സിലാക്കി ലൈക്ക് ഫ്യൂച്ചറിലത്തേക്ക് എന്തെങ്കിലും സേവിങ് സ്റ്റാർട്ട് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് ചെറിയ രീതിയിൽ സേവിങ് സ്റ്റാർട്ട് ചെയ്ത ചില ആൾക്കാർ ഇതിനകത്തുണ്ട്. ഓക്കെ, നോക്കാം നിങ്ങളുടെ പ്രസന്റ് എന്താണെന്ന്. ഇമോഷണലി ഡൗൺ ആയി പോയ സിറ്റുവേഷൻ ചില ആൾക്കാർക്ക് റിലേഷൻഷിപ്പുമാണ്, എസ്പെഷ്യലി ഈ പറഞ്ഞ പോലെ ലവ് റിലേഷൻഷിപ്പിൻ്റെ ഈ പറഞ്ഞ പോലെ ഇമോഷണലി ഡൗൺ ആയി പോയ സിറ്റുവേഷൻ നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു സ്പിരിറ്റ്. ഞാൻ എന്തായാലും മിസ്സാക്കിയിട്ടുണ്ടോ സ്പിരിറ്റെ? ഓക്കെ, പ്രസന്റ് ആണേ. നമുക്ക് നോക്കാം നിങ്ങളുടെ പ്രസന്റ്, ഇപ്പോഴത്തെ പ്രസന്റ് കറണ്ട് എനർജി എന്താണെന്ന് നോക്കാം. കറണ്ട് സിറ്റുവേഷൻ, കറണ്ട് എനർജി ഓഫ് പൈൽ 2 സ്പിരിറ്റ്, ദി ഹെറഫന്റ്. ആരൊക്കെയാണ് ഇവിടെ? ദി ഹാങ്ഡ് മാൻ, വാവ്, ദ ചാരിയറ്റ്, സൂപ്പർ ഗൈസ്. നിങ്ങളൊക്കെ ആരാണ്? ഡെത്ത്, എൻ്റെ ഭഗവാനെ, സീരിയസ്ലി. ഹേ പൈൽ 2s. പൈൽ 1ന്റെ കാര്യത്തിൽ ഞാൻ ഇത്രയും എക്സൈറ്റഡ് ആയിരുന്നില്ല. പക്ഷെ പൈൽ 2s നിങ്ങൾ ഉറപ്പായിട്ടും ഐ എം പൈൽ 2 എന്ന് എനിക്ക് എഴുതണേ, ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യണേ. കാരണം ഇത് ഇത്രയും മേജർ എന്താ പറയുക ലൈഫ് ചേഞ്ചസിനെ സൂചിപ്പിക്കുന്ന കാരണം. മേജർ അർക്കാനാസ് എല്ലാം എന്നെ സംബന്ധിച്ചുള്ള മേജർ ലൈഫ് ചേഞ്ചസ് ആണ്. ഓക്കെ, നിങ്ങൾക്ക് നമ്മൾ പറയാം, നിങ്ങൾ പല ആൾക്കാരും സ്പിരിച്വൽ എനർജി എന്താണ്, സ്പിരിച്വാലിറ്റി എന്തിന് സ്പിരിച്വൽ എനർജിയിലേക്ക് കണക്ട് ചെയ്യണം, മെഡിറ്റേഷൻ എന്തിനാണ്, മെഡിറ്റേഷനുള്ള യൂസ് എന്താണ്, ഞാൻ എങ്ങോട്ടാണ് എൻ്റെ ലൈഫിലേക്ക് പോകുന്നത്, എല്ലാത്തിനും നമ്മൾ പറയും നമ്മുടെ ലൈഫിൽ ഒരുപാട് ടഫ് സിറ്റുവേഷൻസ് വരുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യണം, അല്ലെ എങ്ങനെ മാറണം, അല്ലെ എന്തൊക്കെയാണ് എൻ്റെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ടത്, ഞാൻ ഏത് ദൈവത്തിനെ വിശ്വസിക്കണം, അല്ലെങ്കിൽ എന്ത് ചെയ്താൽ എനിക്ക് എൻ്റെ ആ ലൈഫിലെ ചേഞ്ചസ് വരും, എന്തുകൊണ്ട് എൻ്റെ ലൈഫിലെ പെയിൻ, എല്ലാത്തിനും ചോദ്യം ചോദിച്ചു തുടങ്ങിയ ആൾക്കാരാണ്. ഓക്കെ, അതിലൂടെ നിങ്ങളുടെ പെർസ്പെക്റ്റീവ് നമ്മുടെ ലൈഫിനെ കുറിച്ചുള്ളതും ലൈഫിനെ സിറ്റുവേഷനെ കുറിച്ചുള്ളതും നമ്മൾ മാനിഫെസ്റ്റ് ചെയ്ത പല കാര്യങ്ങളും നമ്മുടെ റിയാലിറ്റിയിൽ വരും എന്നുള്ളതും അങ്ങനെ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് വന്ന ആൾക്കാരാണ് ഉറപ്പായിട്ടും. ഓക്കെ, ചില ആൾക്കാർ ഉറപ്പാണ് ട്രാവല് മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ട്രാവലിന് ഏകദേശം എല്ലാം റെഡി ആയിരിക്കുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, ഇപ്പൊ കറന്റ്ലി നിങ്ങൾ ട്രാവലിനെല്ലാം റെഡിയാണ്.
അതിലൂടെ നിങ്ങൾ ട്രാവൽ ചെയ്യുന്നു. ചില ആൾക്കാർ ഉറപ്പാണ് ഈ പറഞ്ഞതിന്റെ കണ്ടിന്യൂഷൻ. നമ്മൾ പറയില്ലേ, നമ്മുടെ തിരിച്ചറിയാന്ന് പറയും. നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു സംഭവമാണ് നമ്മുടെ ലൈറ്റ് സെൽഫും ഷാഡോ സെൽഫ് എന്ന് പറയുന്നത്. ഈ ഷാഡോ നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് ഇതെന്റെ ഷാഡോ ആണ് അല്ലെങ്കിൽ എന്റെ നെഗറ്റീവ് സെൽഫ് ആണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ഇല്ല, എനിക്കറിയാം എൻ്റെ ഉള്ളിലെ ലൈഫിനെ ഫോളോ ചെയ്ത് അത് കണ്ടിന്യൂ ചെയ്യാൻ. കാരണം അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടുന്നതാണ് നമ്മൾ ആ സ്പിരിച്വൽ എനർജി അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ ഡിവൈനുമായിട്ടുള്ള കണക്ഷൻ. നിങ്ങൾ ഒരുപാട് പേര് ഡിവൈൻലി കണക്റ്റഡ് ആണ്. നിങ്ങൾ വന്നിരിക്കുന്നത് ഇന്നിപ്പോൾ എന്ത് പറയാൻ പോകുന്നത് ഇതൊക്കെ എനിക്കറിയാം. നിങ്ങൾക്ക് പലർക്കും ഇതൊക്കെ ഞാൻ ഈ പറയുന്നതിന് മുന്നേ തന്നെ മനസ്സിൽ കിട്ടുന്നുണ്ട്. ലൈക്ക് ഇതാണ് ഞാൻ പറയാൻ പോകുന്നത് അല്ലെങ്കിൽ ഇതായിരിക്കും ഇനി പറയുന്നത് എന്നുള്ള ഓൾറെഡി കിട്ടുന്ന ആൾക്കാരാണ് കേട്ടോ. നിങ്ങൾ അത്രയും ഹൈലി കണക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഒരുപാട് സ്പിരിച്വലി എന്താ പറയുക ഇൻക്ലൈൻഡ് ആയിട്ട് പല ലൈഫ് സിറ്റുവേഷനിലും ഒരുപാട് സ്പിരിച്വലി ഇൻക്ലൈൻഡ് ആയിട്ട് ഉള്ള ആൾക്കാരാണ്. അതുപോലെ ഒരുപാട് ട്രാൻസ്ഫോർമേഷൻ ലൈഫിൽ ഒരുപാട് ലൈഫ് ചേഞ്ചിങ് ഇവന്റ്സിലൂടെ പാസ് ചെയ്ത് പോയിട്ടുണ്ട് ഈ പ്രസന്റിൽ. ഓക്കെ, ലൈഫ് ചേഞ്ചിങ് ഇവന്റ്സ് ആണെങ്കിലും അതുപോലെ തന്നെ എല്ലാ ചേഞ്ചസ് നമ്മൾ പറയും. ഡെത്ത് എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫോർമേഷൻ ആണ്, ഹ്യൂജ് ട്രാൻസ്ഫോർമേഷൻ. കാരണം ഇത് കഴിഞ്ഞിട്ടാണ്, അതായത് നമ്മുടെ പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത് ഹാങ്ഡ് മാൻ കഴിഞ്ഞിട്ട് വരുന്ന കാർഡാണ് ഡെത്ത്. ഓക്കെ, ഈ ഹാങ്ഡ് മാൻ്റെ സിറ്റുവേഷൻ അയാൾ ഈ പറഞ്ഞ പോലെ ആക്ടിവേറ്റഡ് ആവുകയാണ്. അയാളുടെ പെർസ്പെക്റ്റീവ് ചേഞ്ച് ആവുകയാണ് നമ്മുടെ ലൈഫിനെ കുറിച്ചും ലൈഫിലെ സിറ്റുവേഷനെ കുറിച്ചും എൻ്റെ ലൈഫിൽ എന്തുകൊണ്ട് ആ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷൻ ഉണ്ടായതിനെ കുറിച്ചും ഒക്കെ മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് വരികയാണ്. നമ്മൾ ആ പോസിറ്റീവ് എനർജിയിലേക്ക് വരികയാണ്. ഓക്കെ, ഡെത്ത് കാർഡ് ട്രാൻസ്ഫോർമേഷൻ. നിങ്ങൾ ഒരുപാട് ട്രാൻസ്ഫോർമേഷനിലൂടെ പോകുന്ന ആൾക്കാരാണ്. എസ്പെഷ്യലി നിങ്ങളുടെ റിലേഷൻഷിപ്പ്, നിങ്ങളുടെ ഹെൽത്ത്, വെൽത്ത്, അതുപോലെ നിങ്ങളുടെ ബിസിനസ് പരമായിട്ടും ഒക്കെ നിങ്ങളുടെ ഒരുപാട് ചേഞ്ചസ് ഫേസ് ചെയ്യുന്നുണ്ട്. ചില ആൾക്കാർക്ക് പുറത്ത് വിദേശത്തു നിന്നുള്ള ക്ലയൻസിന്റെ എനർജി എനിക്ക് കിട്ടുന്നുണ്ട്. വിദേശത്ത് നിങ്ങൾ ആരെങ്കിലും ക്ലയൻസിനെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ എനർജി, പാർട്ട്ണർഷിപ്പ്, വിദേശത്തു നിന്നുള്ള പാർട്ട്ണർഷിപ്പ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. അങ്ങനെയുള്ള ആൾക്കാർ നിങ്ങളുടെ ലൈഫിൽ വരുന്നതായിട്ട് ഞാൻ ഇതിനകത്ത് കാണുന്നുണ്ട്. പിന്നെ അതുപോലെ പലരും പറഞ്ഞ പോലെ നോ പറയാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്ന ആൾക്കാരൊക്കെ നോ പറഞ്ഞു തുടങ്ങി. കാരണം എൻ്റെ എനർജി ഞാൻ സേവ് ചെയ്തില്ലെങ്കിൽ വേറെ ആരും വന്ന് സേവ് ചെയ്യില്ല എന്നുള്ളത് വലിയൊരു റിയലൈസേഷനാണ്, സത്യം. ഓക്കെ, ആ ഒരു റിയലൈസേഷൻ നിങ്ങളിൽ പലർക്കും വന്നിട്ടുണ്ട്. ഓക്കെ, ആ റിയലൈസേഷനിലൂടെ നമ്മൾ പറയില്ലേ നമ്മുടെ ചേഞ്ച് ആണ്, ട്രാൻസ്ഫോർമേഷൻ ആണ്. ഹ്യൂജ് ഹ്യൂജ് ചേഞ്ചസ്. എന്താണ് ഇഷ്ടമില്ല ഇവിടെ ഇരിക്കാൻ? എന്താണ് ഉദ്ദേശം? പറഞ്ഞോളൂ, പറയൂ. ഓക്കെ, മതിയോ? ഓക്കെ, ഓൾറൈറ്റ്. അപ്പോൾ ഒരുപാട് ചേഞ്ചസ്. എന്തല്ല ഇത് തുടക്കമാണല്ലേ? ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെയാണ് തുടക്കം അല്ലേ? ചേഞ്ച് ആണ് നിങ്ങളുടെ തുടക്കം, നോട്ട് എൻഡിലല്ല ചേഞ്ച്. ഇങ്ങനെ ചേഞ്ചസിലൂടെ പാസ് ചെയ്ത് പോകുന്ന ആൾക്കാരാണ് നിങ്ങൾ. പല ആൾക്കാർക്കും ചേഞ്ച് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. ഓക്കെ, എന്നെ പോലല്ല. ചേഞ്ചസ് ലൈഫിൽ ചേഞ്ചസ് വരണം, മാനിഫെസ്റ്റേഷൻസ് വരണം, പലതും റിയാലിറ്റിയിൽ വരണം. പറഞ്ഞ പോലെ ചില ആൾക്കാർ ഫെയിം മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഫെയിം, സ്റ്റാർഡം, അല്ലെങ്കിൽ നമ്മൾ സ്റ്റാർ ആവുക എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഫേമസ് എനർജി മാനിഫെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ചാരിറ്റ് കാർഡാണ്, സ്റ്റാർ കാർഡ് അല്ല വന്നിരിക്കുന്നത്. പക്ഷെ എനിക്ക് ഈ ചാരിറ്റ് കാർഡിനകത്ത് നിങ്ങളത് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ആ ഒരു ഫേമസ് എനർജിയിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ് ഇപ്പം കറന്റ്. എന്ത് ഫേമസ് മാം, എന്ത് പറയുന്നതെന്ന് ചോദിക്കുന്നെങ്കിൽ ഇതിലോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. ചേഞ്ചസ് വരുമ്പോൾ പറയണേ. കാരണം നിങ്ങൾക്ക് പ്രസന്റ് എനർജിയിലാണ് നിങ്ങൾ ആ ഒരു ഫെയിം മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ്, പല മെത്തേഡ്സിലൂടെ മാനിഫെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ് ഇപ്പൊ കറന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ നിങ്ങളുടെ ചേഞ്ച് നമ്മൾ പറയില്ലേ, കുറെ നമ്മൾ അനുഭവിച്ച് കഴിയുമ്പം നമ്മുടെ ലൈഫിൽ എങ്ങനെ ചേഞ്ചസ് കൊണ്ടുവരാമെന്ന് നമ്മൾ തന്നെ ചിന്തിക്കും. അതിലൂടെ ഉണ്ടായ പല സംഭവങ്ങളാണ് നിങ്ങളുടെ ലൈഫിൽ ഇപ്പൊ കറന്റ് സിറ്റുവേഷൻസ് എന്ന് പറയുന്നത്. നമുക്ക് മനസ്സിലായി ലൈക്ക് നമ്മുടെ സന്തോഷം അല്ലെങ്കിൽ നമ്മുടെ സമാധാനം എല്ലാം നമ്മുടെ ഫസ്റ്റ് തുടങ്ങേണ്ടത് നമ്മുടെ ഉള്ളിൽ നിന്നാണെന്നുള്ളതിന്റെ തിരിച്ചറിവ്. ഓക്കെ, പല ആൾക്കാർക്കും ആ തിരിച്ചറിവ് വളരെ ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. അതിലൂടെ ചേഞ്ചസ് എല്ലാം കൊണ്ടുവരുന്നത്. പലരും ഇവിടുത്തെ ഈ ഒരു സ്റ്റാറും ഒക്കെ എനിക്ക് ഭയങ്കര കോമൺ ആയിട്ട് തോന്നുന്നു. ഓക്കെ, ആ ഒരു സ്റ്റാർ എനർജി അല്ലെങ്കിൽ ആ ഒരു സൺ സ്റ്റാർ എനർജി എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര പോസിറ്റീവായിട്ടുള്ള രീതിയിൽ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങുന്നു. ഒരുപാട് ചിന്തിക്കാനായിട്ടും അതുപോലെ തന്നെ നമ്മുടെ ലൈഫിൽ വന്നതിനെ കുറിച്ചൊക്കെ ക്ലാരിറ്റി, നമുക്ക് മെന്റൽ ക്ലാരിറ്റി ഒക്കെ കിട്ടുന്നു. മൈനസിന്റെ ഒരു എനർജിയും ഇല്ല, പക്ഷെ എനിക്ക് കിട്ടുന്ന എനർജീസ് പറയുന്നതാണ്. നിങ്ങൾ പല ആൾക്കാരും ടാരോ കാർഡ്സ് റീഡ് ചെയ്യുന്ന ആൾക്കാരാണ്. ഞാൻ പറയുന്ന പലതും നിങ്ങൾക്ക് കണക്ട് ആവത്ത് പോലും ഇല്ല. കാരണം ഇത് എന്താ പറയുന്നത്, ഈ കാർഡ്സിന് എനർജീസ് അല്ലല്ലോ എന്നൊക്കെ തോന്നാം. പക്ഷേ ഗൈസ്, ഇത് എനിക്ക് കിട്ടുന്ന എനർജീസാണ്, എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല.
എനിവേ, എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഓരോരുത്തരുടെ ലൈഫിൽ അത്രയ്ക്കും ചേഞ്ചസ് ആണ് ഗൈസ്. നിങ്ങളുടെ ഇത്രയും എനർജീസ് ഉള്ള എന്നല്ല, അതിനേക്കാൾ ഹ്യൂജ് ചേഞ്ചസ്. ആ ചേഞ്ചസിലൂടെ നിങ്ങളുടെ പെർസ്പെക്റ്റീവ് ചേഞ്ച് ആയി. ആ പെർസ്പെക്റ്റീവ് ചേഞ്ചിലൂടെ നിങ്ങൾ ഒരുപാട് സ്പിരിച്വലി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഇൻട്രസ്റ്റഡ് ആയി. അതിലൂടെ ഒരുപാട് സ്പിരിച്വൽ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പല ആൾക്കാർക്കും ഒരുപാട് ഡിവൈൻ ഗൈഡൻസ് കിട്ടും. നിങ്ങളുടെയൊക്കെ ക്രൗൺ ചക്ര പലരുടെയും ഹൈലി ആക്ടിവേറ്റഡ് ആണ്. ഓക്കെ, ആക്ടിവേറ്റഡ് ക്രൗൺ ചക്രാസ് ആണ്. നിങ്ങൾക്ക് പല ഈ പറഞ്ഞ പോലെ ഡൗൺലോഡ്സ് വരുന്നുണ്ട്. നിങ്ങൾക്ക് അത് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ലൈക്ക് യെസ്, എന്തൊക്കെയോ എവിടേക്കോ എന്തൊക്കെയോ കിട്ടുന്നുണ്ട്. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ സ്ട്രോങ് ആണ്. ഒരു രക്ഷയില്ല അമ്മേ. 8 of Wands, ഫ്യൂച്ചർ ആണ്. ഓക്കെ, ദ ഡെവിൽ കാർഡ്, കിങ് ഓഫ് പെന്റക്കിൾസ്, ദി എംപ്രസ്. സൂപ്പർബ്. എന്താണ് ഇത്? വൗ. ഫ്യൂച്ചർ ഈസ് ലൈക്ക് സൂപ്പർബ് എനർജി. കാര്യം എന്ന് വെച്ചാൽ ഇതേ പ്ലേസിൽ തന്നെ പൈൽ 1 ഏറ്റവും വോൺസിന്റെ കാർഡ് ഉണ്ടായിരുന്നു. ഏറ്റവും വോൺസ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ഇത്രയും ചേഞ്ചസ് നിങ്ങൾ കൊണ്ടുവരുന്നതിലൂടെ ക്വിക്കായിട്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ റിയാലിറ്റിയിൽ മാറുന്നുണ്ട്. നിങ്ങൾക്ക് അറിയാം, നിങ്ങളുടെ ഡെവിൽ എനർജി നിങ്ങൾ തിരിച്ചറിയും. ഓക്കെ, ഫ്യൂച്ചറിൽ പല ആൾക്കാർക്കും പലരും ഈ പറഞ്ഞ പോലെ ലൈഫ് സെൽഫ്, ഷാഡോ സെൽഫിന്റെ എനർജീസ് ഒക്കെ കണക്ട് ചെയ്ത് പല മെഡിറ്റേഷൻസും അഫർമേഷൻസും ഒക്കെ കൊടുത്ത് എന്താ പറയാ, സബ്ലിമിനൽസ് എല്ലാം കേട്ട് ഒക്കെ വന്നിട്ടും ചിലതൊക്കെ നമ്മൾ പറയുന്നത്, ചിലത് കംപ്ലീറ്റ് നമ്മുടെ ഇതിനകത്തുനിന്ന് മാറില്ല. പക്ഷെ അത് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. ആ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. യെസ്, ഇതെന്റെ ഷാഡോ ആണ്, ഇതെന്റെ ഇൻഡ്യൂഷൻ അല്ല. ഓക്കെ, ഇതെന്റെ മനസ്സിന്റെ നെഗറ്റിവിറ്റി ആണ്, അല്ലെങ്കിൽ നെഗറ്റീവ് സംഭവങ്ങളാണ് എന്നെ ഇങ്ങനെ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. അത് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും. നമ്മുടെ ഡെവിൽ എനർജി അത് ഭയങ്കര സംഭവമാണ്. നമ്മുടെ എനർജീസ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന പറയില്ലേ. താങ്ക് യു. ഞാൻ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും താങ്ക് യു പറയണം. കാരണം ഇത്രയും ഗ്രേറ്റ് എനർജീസ് ആണ് എനിക്ക് റീഡ് ചെയ്യാൻ കിട്ടിയിരിക്കുന്നത്. എനിക്ക് പറയാതിരിക്കാൻ വയ്യ. കാരണം ഈ ചേഞ്ചസിലൂടെ പോകുമ്പോൾ ഇത് നാലും, എനിക്കറിയില്ല നിങ്ങൾക്ക് ടാരോ ആയിട്ട് എത്രത്തോളം കണക്ഷൻ ഉണ്ട്. പക്ഷെ ഈ നാലും നിങ്ങളുടെ ലൈഫിൽ ഇപ്പൊ നടക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മേജർ ലൈഫ് ചേഞ്ചസ് ആണ്. ഓക്കെ, നിങ്ങൾക്ക് അഫർമേഷൻസ് ചെയ്യാൻ തോന്നുമെങ്കിൽ ചെയ്യുക, മെഡിറ്റേഷൻ ചെയ്യാൻ തോന്നുമെങ്കിൽ ചെയ്യുക, സപ്ലിമെന്റ്സ് കേൾക്കാൻ തോന്നുമെങ്കിൽ കേൾക്കുക, അതുപോലെ തന്നെ ജേർണലൈസിങ് ചെയ്യാൻ തോന്നുമെങ്കിൽ ചെയ്യുക. ഓക്കെ, ഗ്രാറ്റുവിറ്റി ലിസ്റ്റ് ചെയ്യുക. എന്തൊക്കെ നിങ്ങൾക്ക് നിങ്ങളിലെ ചേഞ്ചസ്, നമ്മൾ പറയില്ലേ, നമ്മളെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നിങ്ങൾ എന്തൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നു എല്ലാം നേരത്തെ പിടിച്ച് ചെയ്തോ. കാര്യം ഇതിനെല്ലാത്തിലും നിങ്ങൾക്ക് ഭയങ്കര ഇമ്പാക്റ്റ് ആണ്. കാരണം ഈ ഫ്യൂച്ചറിലെ കാർഡ്സ് ആണ് ഇതിന്റെ മെയിൻ റീസൺ. നിങ്ങൾ പല ആൾക്കാരും ഗുരുവിനെ മാനിഫെസ്റ്റ് ചെയ്ത് നിങ്ങൾ അൾട്ടിമേറ്റ്ലി ഗുരുക്കളാവുന്ന ഒരു എനർജിയാണ് ഈ ഇദ്ദേഹത്തിന്റെ പ്രത്യേകത. ഇദ്ദേഹം വളരെ സെന്റേർഡ് ആണ്. ഇദ്ദേഹത്തിന് അറിയാം അടുത്ത് എന്ത് പറഞ്ഞു കൊടുക്കണം, ഒരാൾക്ക് എന്ത് പറഞ്ഞു കൊടുക്കണം, അവർക്ക് എന്താണ് ഗൈഡൻസ് വേണ്ടുന്നത്, എങ്ങോട്ടാണ് അവരെ ഗൈഡ് ചെയ്ത് വിടേണ്ടത്. ഓക്കെ, അവരുടെ ലൈഫിലെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്, അതിനനുസരിച്ചുള്ള ഫ്യൂച്ചർ സിറ്റുവേഷൻ എന്താണ് അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്, അവരുടെ ഫ്യൂച്ചർ എങ്ങനെ ആയിരിക്കണം എന്ന് വെച്ചാൽ അത്രയും ഒരു ഗുരുവിന്റെ ലെവലിലേക്ക്. കാരണം ഇത്രയും ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് ചേഞ്ചസിലൂടെയാണ് പാസ് ചെയ്ത് പോകുന്നത്. ആ ചേഞ്ചസ് അൾട്ടിമേറ്റ്ലി നമ്മുടെ ലൈഫിൽ നടക്കുമ്പോൾ പല സിറ്റുവേഷൻ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ ഇത്രയും ദൈവം എന്തിനാണ് വിഷമിപ്പിക്കുന്നത് അല്ലെങ്കിൽ സങ്കടപ്പെടുത്തുന്നത്, അത് ഇത്രയും പെയിൻ സിറ്റുവേഷനിലൂടെ നമ്മൾ എന്തിനു കൊണ്ടുപോകുന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ അതിനെല്ലാത്തിനും പർപ്പസ് ഉണ്ട്. ട്രസ്റ്റ് ചെയ്യുക ഗൈസ്, അതിനെല്ലാത്തിനും. നിങ്ങൾ ഓരോരുത്തരും ഒരുപാട് എന്താ പറയുക, നമ്മൾ കണക്റ്റ് ആയിരിക്കുന്ന ഓരോരുത്തരും, എസ്പെഷ്യലി ഇൻ പൈൽ 2 കണക്റ്റ് ആയിരിക്കുന്ന ഓരോരുത്തരും ഹൈലി കണക്റ്റഡ് ടു ഡിവൈൻ. അത് മാത്രമല്ല നിങ്ങൾക്കെല്ലാം ഒരു സൂപ്പർ ലൈഫ് പർപ്പസ്. ഞാൻ ഉറപ്പായിട്ട് ലൈഫ് പർപ്പസ് റീഡിങ് ചെയ്യും. കാര്യം എനിക്കറിയണം നിങ്ങൾ പൈൽ 2s, എനിക്കറിയണം. പ്ലീസ്, നിങ്ങൾ പൈൽ 2 ആണ് ചൂസ് ചെയ്തെങ്കിൽ ഐ ആം പൈൽ 2 എന്ന് തന്നെ എഴുതണേ. ഐ ആം പൈൽ 2. എനിക്ക് സീരിയസ്ലി എനിക്ക് കണക്ട് ചെയ്തതിൽ ഒരുപാട് സന്തോഷം. കാരണം അത്രയും എനർജീസ് ആണ്. ഞാനിത് എങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞിരുന്നു എനിക്കറിയില്ല. അത്രയ്ക്ക്. കാരണം നിങ്ങൾ ഈ എനർജിയിലേക്ക് വരികയാണ്. എംപ്രസിന്റെ പ്രത്യേകത അറിയോ? എംപ്രസ് ചുമ്മാ ഇരിക്കുകയുള്ളൂ. പുള്ളിക്കാരത്തേക്ക് അറിയാം ഐ എം ഇനഫ്, എല്ലാം എൻ്റെ കയ്യിൽ വരും. എനിക്ക് ഓട്ടോമാറ്റിക്കലി ഇതെല്ലാം നമ്മൾ പറയില്ലേ, നമുക്ക് എന്ത് ആഗ്രഹമുണ്ടോ നമ്മൾ അതായി തീരണം എന്നാണ് പറയുന്നത്. ഓക്കെ, നമ്മൾ ഫേമസ് ആവണം എന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ യെസ് ഞാൻ ഫേമസ് ആണ്. യെസ്, ഓട്ടോമാറ്റിക്കലി ഇവിടെ വന്ന് ചേരും. ഈ എംപ്രസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പല ആൾക്കാരും ബ്യൂട്ടി മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്, പലരും ഈ ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഉറപ്പായിട്ട് അതുണ്ട്, സംശയിക്കണ്ട. നിങ്ങളുടെ ഈ ഭയങ്കര ഹ്യൂജ് ചേഞ്ച് നിങ്ങൾ ഇപ്പം ചെയ്യുന്ന കാര്യങ്ങൾ എനിക്കറിയില്ല നിങ്ങൾ എന്തൊക്കെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. കണ്ടിന്യൂസ് ചെയ്യുക. കാരണം അതെല്ലാം നിങ്ങളുടെ ലൈഫിനെ ഒരുപാട് രീതിയിൽ മാറ്റുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിലെ ഒരുപാട് മിറക്കിൾസും ബ്ലെസ്സിങ്സും അതുപോലെ തന്നെ എല്ലാം അട്രാക്ട് ചെയ്യണം. ഒരിക്കലും ചേസ് ചെയ്യല്ല, അട്രാക്റ്റിംഗ് എനർജിയിലേക്ക് വരുന്നത്. എംപ്രസ് അങ്ങനത്തെ ഒരു എനർജിയാണ്. എംപ്രസിന് അറിയാം ഇതൊക്കെ ഞാൻ ചുമ്മാ അട്രാക്ട് ചെയ്യില്ലേ,
ഇതൊക്കെ എനിക്ക് അറിയാവുന്ന കാര്യങ്ങളല്ലേ. ഞാനിങ്ങനെ അലൈൻഡ് ആയിട്ട് അങ്ങ് ഇരിക്കും. അത്രയും സ്പിരിച്വലി കണക്റ്റഡ് ആണ് ഈ പുള്ളിക്കാരത്തി. ഒരു പ്രത്യേകത പറഞ്ഞാൽ പുള്ളിക്കാരത്തി ഓൾറെഡി ഗ്രൗണ്ടഡ് ആണ്. അതാണ് ഏറ്റവും നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത്. ഗ്രൗണ്ടിങ് എനർജി. നമ്മൾ ഇവിടെ കണക്റ്റഡ്, ഹൈലി കണക്റ്റഡ് ആയിട്ട് ഇരിക്കുക. ഇവിടെ കണക്റ്റ് ആയി ഇരുന്നു കൊണ്ട് മാത്രമേ നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളിൽ നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ആ ഒരു എനർജി പുള്ളിക്കാരത്തിക്ക് ഭയങ്കര ഹ്യൂജ് ആണ്. അത് മാത്രമല്ല ബ്ലെസ്ഡ് ബൈ വീനസ്. വീനസ് എന്ന് പറയുന്ന ഏറ്റവും ബ്ലെസ്സിങ്സ് കൊണ്ടുവരുന്ന ആളാണ്. അപ്പൊ ആ ഒരു ബ്ലെസ്സിങ്സിന്റെ ആളുമായിട്ട് ഹൈലി കണക്റ്റഡ്. അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ റിയാലിറ്റിയിൽ ചുമ്മാ ഇരുന്ന് മാനിഫെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരെന്ന് പറയില്ലേ. നമ്മൾ എന്ന് വെച്ചാൽ ഇതിന്റെ എനർജി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്നു ടിങ് മാനിഫെസ്റ്റ്, അടുത്ത് വിചാരിക്കുന്നു ടിങ് മാനിഫെസ്റ്റ്, ചുമ്മാ മാനിഫെസ്റ്റ് ചെയ്യുന്നു. എന്താണ് ഡേ നിങ്ങളൊക്കെ ചെയ്യുന്നത്? സീരിയസ്ലി നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ കൊണ്ട് എഴുതാൻ പറ്റുമെങ്കിൽ വലിയ ഉപകാരം. ഒരുപാട് സന്തോഷമായിരിക്കും. ഈ കാര്യം നിങ്ങൾ ആരും ചുമ്മാ ഇരിക്കുന്ന ആൾക്കാരല്ല. നിങ്ങളെ സെൽഫ് ഇംപ്രൂവ്മെന്റ് വേണ്ടി പലതും ചെയ്യുന്ന ആൾക്കാരാണ്. ഒരു രക്ഷയില്ല കേട്ടോ. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചിട്ടൊന്നുമല്ല പാസ്റ്റ് പ്രസന്റ് ഫ്യൂച്ചർ ചെയ്തത്. പക്ഷേ പൈൽ ടു, ഓ മൈ ഗോഡ്, എനിക്കറിയില്ല നിങ്ങൾക്ക് എത്രത്തോളം എൻ്റെ ഇമോഷൻസ് ഫീൽ ചെയ്യുന്നുണ്ടെന്ന്. പക്ഷേ സീരിയസ്ലി നിങ്ങൾ എന്തൊക്കെ സിറ്റുവേഷനിൽ പാസ് ചെയ്ത് പോയിട്ട്, ഇമോഷണൽ സിറ്റുവേഷനിൽ പാസ് ചെയ്ത് പോയിട്ടുണ്ട്. പല ആൾക്കാരും ലൈഫിൽ ഏറ്റവും വേണ്ടപ്പെട്ടവരെ നഷ്ടപ്പെട്ട ആൾക്കാരുണ്ട്. ഓക്കെ, ഏറ്റവും അടുത്ത് നിന്ന ആൾക്കാരെ നഷ്ടപ്പെട്ട റിലേഷൻഷിപ്പിലെ വിഷമം എന്ന് പറഞ്ഞത് ചില ആൾക്കാർ മദർ എനർജി, അമ്മ ഇല്ലാണ്ട് സ്ട്രഗിൾ ചെയ്ത ആൾക്കാരുടെ എനർജി എനിക്കിനകത്ത് കിട്ടുന്നുണ്ട്. ഓക്കെ, അങ്ങനെയൊക്കെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ വിഷമിക്കല്ലേ. അമ്മ അല്ലെങ്കിൽ പാരൻസിന്റെ എനർജി ഒക്കെ ആയിട്ട് വിഷമിക്കല്ലേ. എല്ലാം നമുക്ക് സ്പിരിറ്റ് നമുക്ക് വേണ്ടി അലൈൻ ചെയ്ത് തരുന്നതാണ്. ഒക്കെ വരും, എല്ലാം അലൈൻഡ് ആയിട്ട് വരും. എവിടെ പോകാൻ? നമ്മുടെ യൂണിവേഴ്സ് നമുക്ക് വേണ്ടി അല്ലാതെ പിന്നെ വേറെ ആർക്കും വേണ്ടി ഇതൊക്കെ വെച്ചിരിക്കുന്നത് എല്ലാം നമ്മുടെ ഇതിൽ തന്നെ വരും. താങ്ക് യു സ്പിരിറ്റ്, താങ്ക് യു. ചാടി വീണ കാർഡാണ്. Time out. You have been so busy taking care of everyone else's needs, but now it's time to stop and take care of yourself. നിങ്ങൾ ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫിലേക്ക് തന്നെ പോവുക. ട്രാൻസ്ഫോർമേഷൻ, അതിൽ പെർസ്പെക്റ്റീവ് ചേഞ്ച് ഇല്ല. ഇതിലെല്ലാം മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എനിക്കിത് തന്നെയാണ്. നിങ്ങളെ ടേക്ക് കെയർ ചെയ്യണം എന്നുള്ളത്. നിങ്ങളാണ് പ്രയോറിറ്റി എന്ന് മനസ്സിലാക്കുന്നില്ലേ, അത് തന്നെ വലിയ കാര്യമാണ്. അത് ഭയങ്കര വലിയൊരു എനർജിയാണ്. ഇവിടെ ഇരിക്കാൻ ആർക്കും താല്പര്യമില്ല കേട്ടാ. ചെയ്തിട്ടായിരിക്കാൻ പറ്റില്ല. മക്കളവിടെ ഇരുന്നു. ഓക്കെ, നമുക്ക് ഞാൻ അടുത്ത് എന്തൊക്കെയാ വരുന്നത് നോക്കാം. നിങ്ങളുടെ ഗൈഡൻസ് ആണ് ഞാൻ എടുക്കുന്നത്. ഓഷ്യാന, ടേക്ക് ആക്ഷൻ. യു ആർ ഇൻ ടച്ച് വിത്ത് യുവർ ട്രൂത്ത് ഇൻ ദ സിറ്റുവേഷൻ ആൻഡ് യു നീഡ് ടു ട്രസ്റ്റ് യുവർ ഗട്ട് ആൻഡ് ലവിംഗ്ലി അസേർട്ട് യുവർ സെൽഫ്. നിങ്ങൾ പല ആൾക്കാരും ഹൈലി കണക്റ്റഡ്, സ്പിരിച്വലി കണക്റ്റഡ്. നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാം നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ, ഗട്ട് ഫീലിങ്സിനെ. ഓക്കെ, അതനുസരിച്ച് ആക്ഷൻ എടുക്കണം എന്നുള്ളത് തന്നെയാണ് ഇവിടെ വരുന്ന മെയിൻ ആയിട്ടുള്ള ഒരു എനർജി. Archangel Gabriel, superb. You have an important life purpose involving communication and arts. Please don't allow insecurities to hold you back. I will help you. പൊന്നെ, ഒന്നും പറയാനില്ല കേട്ടാ. കമ്മ്യൂണിക്കേഷൻ, അദ്ദേഹത്തിന്റെ ലീഡർഷിപ്പിലെ ഗുരു എനർജിയിലേക്ക് വരുന്നതിന്റെ കൺഫർമേഷൻ ആണിത്. ഉറപ്പായിട്ടും നിങ്ങൾക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനുണ്ട്, മറ്റുള്ളവരെ ഗൈഡ് ചെയ്യാനുണ്ട്, മറ്റുള്ളവർക്ക് ഗൈഡ് ചെയ്ത് അവരെ മുന്നോട്ട് കൊണ്ടുപോകാനുണ്ട്. എനിക്കറിയില്ല കേട്ടോ, സീരിയസ്ലി. എനിക്ക് ഈശ്വര, സീരിയസ് ആയിട്ട്. മൂൺ ലൈറ്റ്, യു ക്യാൻ സ്റ്റാർട്ട് വർക്കിംഗ് ഓൺ യുവർ ഡ്രീം കരിയർ പാർട്ട് ടൈം വൈൽ കീപ്പിംഗ് യുവർ അതർ ജോബ് ടു പേ ദ ബിൽസ്. സൂൺ യുവർ ഡ്രീം കരിയർ വിൽ ടേക്ക് ഫ്ലൈറ്റ് ആൻഡ് ഫുള്ളി സപ്പോർട്ട് യു. സൂപ്പർബ്. ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ജോലിയായിരിക്കും നിങ്ങൾ പലരും ചെയ്യുന്നത്. നിങ്ങൾ ബില്ല് പേ ചെയ്യണം. ഇഷ്ടമുള്ള കാര്യം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ബില്ല് പേ ചെയ്യാൻ പറ്റില്ല. അത് നിങ്ങൾ പാർട്ട് ടൈം ആയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം പാർട്ട് ടൈം ആയിട്ട് ചെയ്തു തുടങ്ങുക. അതൊക്കെ വേറെ ലെവലിലേക്ക് പോകുന്നേ. ഇതൊക്കെ ട്രസ്റ്റ് ചെയ്യുക ഗൈസ്. ഇതൊക്കെ ട്രസ്റ്റ് ചെയ്താലാണ് ഇത് റിയാലിറ്റി വരുന്നത്, അല്ല ചുമ്മാ റിയാലിറ്റി വരില്ല. ഹാവ് കറേജ് ടു ആസ്ക് ഫോർ ആൻഡ് അക്സെപ്റ്റ് ഹെൽപ്പ്. അതിപ്പോൾ നമ്മൾ മറ്റുള്ള ആൾക്കാരുടെ അടുത്ത് തന്നെ ചെയ്യണമെന്നില്ല. നമ്മുടെ സ്പിരിറ്റ് ഗൈഡ്സിനോട് ഹെൽപ്പ് ചോദിക്കുക. അവർ അവൈലബിൾ ആണ്, റെഡിയാണ്, നമുക്ക് തരും. Sign as accepting it as it is offered to you. Very often when you ask God for help, prayers are answered through other people. Okay, trustworthy people's guidance. അതെ, നിങ്ങളാരെങ്കിലുമൊക്കെ എന്തോ എനിക്കറിയില്ല കേട്ടാ. എനിക്കറിയില്ല. എനിക്കിതിനകത്ത് നിങ്ങൾ പല ആൾക്കാരും നമ്മളെപ്പോലെ ടാരോ റീഡേഴ്സിന് ഒരുപാട് പേര് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് ഗൈഡൻസിന് വേണ്ടിയിട്ട്. ഓക്കെ, അങ്ങനത്തെ ഒരു എനർജി അതർ പീപ്പിളിൽ നിന്ന്. കാരണം പല കാര്യങ്ങളും സീരിയസ്ലി ഞാൻ അങ്ങനെ മാനിഫെസ്റ്റ് ചെയ്ത ഒരാളാണ്.
Great. Be sure to accept this assistance as well as give it to others as you are guided. Help ചെയ്യണം, മറ്റുള്ളവരെ help ചെയ്യണം. God is your source. Everything you need is supplied by the infinite source of God, and your faith opens the doorway to receive. In God, there is no lack or limitation. Rather, there is plenty of abundance for all to share. ഇഷ്ടം പോലെ ഉണ്ട്. നമ്മൾ ചോദിക്കുക, നമ്മൾ വാങ്ങുക, നമ്മൾ ജീവിക്കുക. That's it. Focus on your priorities. Where you put your focus is where you receive your outcome. Your priorities are calling to you, which may produce a feeling of anxiety unless you give them the time and attention they and you deserve. Even a small amount of time devoted to your priorities will help you feel better and more confident. എന്താണ് പ്രയോറിറ്റൈസ് ചെയ്യേണ്ടതെന്ന് ഡിസൈഡ് ചെയ്യുക, പ്രയോറിറ്റൈസ് ചെയ്യുക, ആക്ഷൻ എടുക്കുക, മുന്നോട്ട് പോവുക. എനിക്ക് വയ്യട്ടാ, സീരിയസ്ലി. താങ്ക് യു വെരി മച്ച്. 4444 ഞാൻ കണ്ടു. ഒരുപാട് സന്തോഷം. നിങ്ങൾ ഓരോരുത്തർക്കും പലർക്കും കണക്ട് ആയി ഞാൻ വിശ്വസിക്കുന്നു. പൈൽ 2 പ്ലീസ്, ഐ ആം പൈൽ 2 എന്ന് എഴുതുക. നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്തെങ്കിലും ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യുക. കാരണം ഞാൻ മാത്രമല്ല, പലരും നമ്മുടെ കമന്റ്സ് വായിക്കുന്നുണ്ട്. ഉറപ്പായിട്ടും നമ്മളൊരു ഫാമിലിയാണ്. ആ ഒരു ഫാമിലിയിൽ നിന്നിട്ട് എല്ലാവരും പറയുക. എല്ലാവരും കേൾക്കാൻ എനിക്ക് ഇഷ്ടമാണ്. ഞാൻ കേൾക്കാൻ ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്, കമന്റ് ചെയ്യുന്നത്. നിങ്ങൾ ഓരോരുത്തരും ചെയ്യുന്ന ആലിസ് മാം, ഞാൻ ആലിസ് മാമിൻ്റെ ഒക്കെ കാണാറുണ്ട് കമന്റ്സ്. മാം ഇരുന്ന് മെനക്കെട്ടിരുന്ന് ഈ പറഞ്ഞ പോലെ മനസ്സിലുള്ളത് പറയാറുണ്ട്. എനിക്ക് ഒരുപാട് സന്തോഷം. നിങ്ങൾ ഓരോരുത്തരും പറയുക, നിങ്ങൾക്ക് എന്താ ഫീൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഇമോഷൻസ് എന്താണ്, അതും ഷെയർ ചെയ്യുക. ഓക്കെ. കാരണം നമ്മുടെ ഉള്ളിലുള്ള കാര്യം നമ്മൾ എഴുതുമ്പോഴത്തേനും അതിനൊരു എനർജി ഉണ്ട്. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് വേറൊരു ദിവസം സംസാരിക്കാം. താങ്ക് യു സോ മച്ച് ഫോർ കണക്ടിങ്. ലോട്ട്സ് ഓഫ് ലവ് ആൻഡ് ലൈറ്റ്. ടേക്ക് കെയർ. ബൈ.